Hi, good morning all of you. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നവംബർ ബാച്ചിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസിന്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത്. ക്ലാസ്സിൽ കയറിയിട്ടുള്ള മുഴുവൻ പേരെയും സ്വാഗതം ചെയ്യുന്നു. യെസ്, എല്ലാവർക്കും എന്റെ വോയിസ് കൃത്യമായി കേൾക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും തന്നെ മൈക്ക് മ്യൂട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. മൈക്ക് മ്യൂട്ട് ചെയ്ത് വെക്കുക. നമുക്ക് തുടങ്ങാം. യെസ്, ഇതൊരു പുതിയ തുടക്കമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളിൽ ഒന്നാണ് എവറസ്റ്റ് കൊടുമുടി. എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്നതിന് വേണ്ടി ഒരുപാട് സാഹസികരായ യാത്രികന്മാർ ലക്ഷ്യം നിശ്ചയിച്ചുകൊണ്ട് കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ ലോകത്തിൽ ആദ്യമായി എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ കയറി കൊടികൾ നാട്ടിയത് രണ്ടുപേരാണ്. അവരുടെ പേര് ടെൻസിംഗ് എന്നും ഹിലാരി എന്നുമാണ്. ദീർഘനാളത്തെ പ്രയത്നത്തിനും പരിശീലനത്തിനും ശേഷമാണ് അവർ ആ കൊടുമുടി കയറുന്നതിന് വേണ്ടി കടന്നു വന്നത്. അവർ രണ്ടുപേരായിരുന്നില്ല കടന്നു വന്നത്, 3 പേരായിരുന്നു. മൂന്നാമത്തെ ആളുടെ പേര് ക്ലാവിൻ എന്നായിരുന്നു. എവറസ്റ്റ് കൊടുമുടി കീഴടക്കുക എന്നുള്ള ദീർഘകാലമായിട്ടുള്ള സ്വപ്നം നേടിയെടുക്കുന്നതിന് വേണ്ടി കടന്നു വന്ന അവരെ 3 പേരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എവറസ്റ്റ് കൊടുമുടിയുടെ കീഴിൽ ഒരു വൃദ്ധൻ ഇരിപ്പുണ്ടായിരുന്നു. മരണം പുതച്ചു നിൽക്കുന്ന കണ്ണുകളോടുകൂടി, മരണത്തിന്റെ മൂകത വ്യാപിച്ചു കിടക്കുന്ന എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് ആ വൃദ്ധൻ ഇവരോട് പറഞ്ഞു, മക്കളെ അരുത്, കാലെടുത്തു വെക്കരുത്. കാലെടുത്തു വെച്ചാൽ മരണമായിരിക്കും ഫലം. ഇതുവഴി കടന്നുപോയവരാരും തന്നെ തിരികെ വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകുക. ടെൻസിംഗും ഹിലാരിയും ഓർത്തത് ആ കൊടുമുടിയുടെ മുകളിൽ കയറി തങ്ങളുടെ രാജ്യത്തിന്റെ പതാക നാട്ടുന്ന ആ നിമിഷത്തെ കുറിച്ചായിരുന്നു. പക്ഷെ കൂടെ ഉണ്ടായിരുന്ന ക്ലാവിൻ തന്റെ വീട്ടുകാരെ കുറിച്ച്, ഭാര്യയെ കുറിച്ച്, കുഞ്ഞു മക്കളെ കുറിച്ച്, അച്ഛനെ കുറിച്ച്, അമ്മയെ കുറിച്ചൊക്കെ ആലോചിച്ചു. ക്ലാവിൻ മുന്നോട്ടേക്ക് വെച്ച കാൽ പിറകോട്ടെടുത്ത് വെച്ചു. ടെൻസിംഗും ഹിലാരിയും ഓരോരോ ചുവടുകളായി 3000 കിലോമീറ്റർ ദൈർഘ്യമുള്ള നീളമുള്ള എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിലേക്ക് നടന്നു കയറി. അവിടെ മാനവ സമൂഹത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പുതിയ ഒരു അധ്യായം രചിക്കപ്പെടുകയായിരുന്നു. മനുഷ്യന്റെ മാനവ സമൂഹം ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിശ്ചയദാർഢ്യത്തിന്റെയും ഇച്ഛാശക്തിയുടെയും പേരുകളായി ടെൻസിംഗിന്റെയും ഹിലാരിയുടെയും നാമം ചരിത്രത്തിൽ എഴുതച്ചേർക്കപ്പെടുമ്പോൾ, പരാജിതരുടെയും പിൻവാങ്ങലിന്റെയും ആത്മവിശ്വാസക്കുറവിന്റെയും പ്രതീകമായാണ് ക്ലാവിന്റെ പേര് എഴുതിച്ചേർക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പുതിയൊരു കോഴ്സിന്റെ ഒരു തുടക്കത്തിലാണ്. ടെൻസിംഗ് ഹിലാരിയും ചെറിയ ചുവടുകൾ വെച്ചു കയറിയതുപോലെ 6 മാസക്കാലം കൊണ്ട് ഡിപ്ലോമ വിദ്യാർത്ഥികളും 10 മാസക്കാലം കൊണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ വിദ്യാർത്ഥികളും ഈ മഹത്തായിട്ടുള്ള കോഴ്സിന്റെ വിജയം നേടുന്നതിനെ കുറിച്ചുള്ള ചിന്തകളാണ് മനസ്സിൽ ആവാഹിച്ച് നിർത്തേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കാം. എന്റെ പേര് ജയദേവ് എന്നാണ്. സ്മാർട്സിയുടെ ഫൗണ്ടർമാരിൽ ഒരാളാണ്. 2 ഫൗണ്ടർമാരാണ് ഉള്ളത്. മാനേജിംഗ് പാർട്ണർമാരായി ഞാനും സിൻരാജ് സാറുമാണ് ഉള്ളത്. അതിലൊരാളാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പായി ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നോൺ അക്കാദമിക് ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒട്ടനവധിയായിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാകും. നമ്മുടെ PRO ഒരു 10-15 പേരാണ് നിങ്ങൾക്ക് വേണ്ടിയ കോഴ്സിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നിട്ടുള്ളത്. അവർ പറഞ്ഞു തന്നതിലുള്ള വ്യക്തതക്കുറവോ നിങ്ങൾ മനസ്സിലാക്കിയതിലുള്ള എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ ഉണ്ടെങ്കിൽ അതെല്ലാം തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് ഇന്ന് നടത്തുന്നത്. ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഈ ക്ലാസ്സിൽ ഞാൻ പറയുന്ന കാര്യങ്ങളായിരിക്കും ഈ കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ. ഈ കോഴ്സ് കഴിയുന്നതുവരെയും നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ക്ലാസ് കഴിയാറാവുമ്പോൾ സാറേ ഞാൻ ഈ ക്ലാസ് കണ്ടില്ലല്ലോ എന്ന് ആരും പറയരുത്. നിശ്ചയമായും എല്ലാവരും റെക്കോർഡ് ക്ലാസ് കാണുന്നവർ, ഇന്നിപ്പോ 49 പേരാണ് ലൈവ് ക്ലാസ്സിൽ കയറിയിട്ടുള്ളൂ. നമ്മുടെ ബാച്ചിനകത്ത് എന്താണ്ട് 180 ചില്ലാൻ പേരുള്ള ഒരു ബാച്ചാണത്. അപ്പോ ബാക്കിയുള്ളവര് റെക്കോർഡ് ക്ലാസ്സുകൾ കാണുക, ലൈവ് ക്ലാസ്സിൽ കാണാത്തവര്. അപ്പോ നമുക്ക് തുടങ്ങാം. എല്ലാവരും റെഡി ആണല്ലോ അല്ലേ? എല്ലാവരും ഒന്ന് തമ്പിട്ടെ നോക്കട്ടെ, ഉഷാറാണോ നോക്കട്ടെ. ഉഷാറല്ലേ? യെസ്, ഓക്കെ. അപ്പോ നമ്മുടെ ചോദ്യമാണ് ആദ്യത്തെ ചോദ്യം. ചോദ്യം 1.
ഉത്തരം പറയണമല്ലോ, ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയുമല്ലോ അല്ലേ? ഓക്കെ, ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ ക്ലാസ്സിനകത്ത് രണ്ട് തരത്തിലുള്ള കോഴ്സുകളാണുള്ളത്. ആ കോഴ്സിലുള്ള രണ്ട് വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളും ഈ ക്ലാസ് റൂമിലുണ്ട്. ഏതൊക്കെ കോഴ്സുകളാണ് ഒന്ന് പറയാമോ ആരെങ്കിലും? PG, ഡിപ്ലോമ. ഒന്ന് PG, രണ്ടാമത്തേത് ഡിപ്ലോമ. രണ്ട് തരത്തിലുള്ള ക്ലാസ്സുകൾ കൂടി ഒരുമിച്ച് ആണ് നമ്മൾ ആദ്യമേ തുടങ്ങി പോകുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് ഞാൻ വിശദമായിട്ട് പറയാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. അതാർക്കെങ്കിലും അറിയോ? ഈ കോഴ്സിന്റെ പ്രത്യേകത അറിയോ? ഇതിന് +2 ക്വാളിഫിക്കേഷൻ മതി. ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് മുതൽ ബാക്ക് ഓഫീസ് വരെ. യെസ്, HR ഇതുവരെ നമുക്ക് പോകാവുന്നതാണ്. പോസ്റ്റ് വരെയുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് പോവാം. പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. ഓക്കെ, പിന്നെ വിദേശത്തേക്ക് കൂടുതലായിട്ട് പോകാൻ പറ്റും. പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതേപോലെ ഒരു സ്വന്തമായിട്ട് ക്ലിനിക്ക് തുടങ്ങാൻ പറ്റുന്നതാണ്. ഓക്കെ, സ്വന്തമായിട്ട് ക്ലിനിക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഓക്കെ, ഫീസ് വളരെ കുറവുണ്ട്. ഓക്കെ, ഫീസ് കുറവുണ്ട്. പോരട്ടെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എമൗണ്ട് അടയ്ക്കാൻ പറ്റും. ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് EMI ആയിട്ട് അടക്കാൻ പറ്റും. സർട്ടിഫിക്കേഷന് ഇന്റർനാഷണൽ വാലിഡിറ്റി തരുന്നുണ്ട്. എല്ലാരും പറയണത് സർട്ടിഫിക്കേഷൻ ഇന്റർനാഷണൽ വാലിഡിറ്റി വരെയുള്ള സർട്ടിഫിക്കേഷൻ തരുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അതിലോട്ട് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് ബിരിയാണി വെക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഇത് പഠിക്കാനായിട്ട് പറ്റും അല്ലേ? ഓക്കെ, റൈറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഇത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് സ്മാർട്ട് ശ്രീയുടെ ടീച്ചിങ് സെക്ഷനിൽ നിന്നാണ്. നമുക്ക് സ്മാർട്ട് ശ്രീക്ക് 5 ഓഫീസുകളാണ് ഉള്ളത്. അതിൽ ടീച്ചിങ് വിഭാഗത്തിൽ നിന്നാണ് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് മീനാക്ഷി എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ്. മീനാക്ഷി കഫേ എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ്. ഓക്കെ, അവിടെ ചായ അടിക്കാൻ പഠിക്കാനായിട്ട് എല്ലാ ആൾക്കാരും ചായ അടിക്കൂല. നമ്മള് ചായ അടിക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഒന്ന് പറഞ്ഞു കേൾക്കട്ടെ. സിമ്പിൾ ചോദ്യമാണ്. ചായ അടിക്കാൻ പഠിച്ചാൽ എന്ത് ജോലി ചെയ്യാൻ പറ്റും? ഒരു ഷോപ്പ് തുടങ്ങാം നമുക്ക്. ഷോപ്പ് കൊടുക്കാൻ അവിടെ എന്തുണ്ടാക്കാൻ പറ്റും? ടീ മേക്കറായിട്ട് ജോലി നോക്കാൻ പറ്റും അല്ലേ? DTP ആണ് പഠിക്കുന്നെങ്കിലോ? DTP പഠിക്കുന്നു. DTP പഠിച്ചാൽ എന്ത് ജോലിയാണ് കിട്ടുക? നമുക്ക് അക്കൗണ്ടിങ്. DTP പഠിച്ചാൽ DTP ഓപ്പറേറ്റർ ആവാം അല്ലേ? ഡ്രൈവിംഗ് പഠിച്ചാലോ? ഡ്രൈവർ ആവാം. രാവിലെ വന്ന് ചോദിക്കുന്നതാണ് അല്ലെ? ഡ്രൈവിംഗ് പഠിച്ചാൽ ഡ്രൈവർ ആവാം. ചായ അടിക്കാൻ പഠിച്ചാൽ ടീ മേക്കർ ആവാം. DTP പഠിച്ചാൽ DTP ഓപ്പറേറ്റർ ആവാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചാലോ എന്താവാം? അഡ്മിനിസ്ട്രേറ്റർ ആകാം അല്ലേ? ലോകത്തിലുള്ള വേറെ ഏത് കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ആ കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരേ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് പ്രവേശിക്കാം എന്നുള്ളതാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചാൽ ഹോസ്പിറ്റൽ മേഖലയിലെ ഹെൽത്ത് കെയർ മേഖലയിലെ 15 മുതൽ 19 ജോബ് റോളുകൾ വരെ 15 ജോബ് റോളുകൾ മുതൽ 19 ജോബ് റോളുകൾ വരെ ഫ്രണ്ട് ഓഫീസ് മുതൽ ബാക്ക് ഓഫീസ് വരെയുള്ള 19 ജോബ് റോളുകളിലേക്ക് 19 തസ്തികകളിലേക്ക് ജോലി നോക്കുന്നതിനുള്ള അടിസ്ഥാന യോഗ്യത നേടാനായി സാധിക്കും എന്നുള്ളതാണ് ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇങ്ങനെയുള്ള കോഴ്സുകൾ ലോകത്തിലാകെ 2-3 കോഴ്സുകളാണുള്ളത്. ഇത്തരത്തിലുള്ളത്. ബാക്കിയുള്ള എല്ലാത്തിനും
ആ ജോലി പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരേ ഒരു തസ്തിക മാത്രമേ ജോലി നോക്കാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചാൽ 15 മുതൽ 19 ജോബ് റോളുകൾ വരെ നോക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സ്വകാര്യ മേഖലയിലെ ആശുപത്രികളിലേക്കുള്ള ജോബ് വേക്കൻസികളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചവർക്ക് ലഭിക്കുക. സ്വകാര്യ ആശുപത്രികൾക്കകത്ത് ആകെ ഉള്ള സ്റ്റാഫ് സ്ട്രെങ്ത്തിന്റെ 35% നോൺ മെഡിക്കൽ സ്റ്റാഫാണ്. ഹോസ്പിറ്റലുകളിൽ 2 തരത്തിലുള്ള സ്റ്റാഫുകൾ ഉണ്ട്. ഒന്നാമത്തേത് മെഡിക്കൽ സ്റ്റാഫുകളാണ്. ഡോക്ടർമാർ, നഴ്സുമാർ, നഴ്സിംഗ് അസിസ്റ്റന്റുമാർ, ലാബ് ടെക്നീഷ്യന്മാർ. എല്ലാവരും മ്യൂട്ട് ചെയ്യണം. സജിത പ്ലീസ് മ്യൂട്ട്. ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് 35% നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ആ നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ 15 മുതൽ 19 ജോബ് റോളുകൾ വരെ ജോലി നോക്കാനായി ഈ ഒരൊറ്റ കോഴ്സ് പഠിച്ചാൽ സാധിക്കും എന്നുള്ളതാണ് ഈ കോഴ്സിനെ എല്ലാവരുടെയും പ്രിയങ്കരമായ കോഴ്സാക്കി മാറ്റുന്നത്. അതാണ് ഈ പുതിയ കാലത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സിലേക്ക് ആളുകൾ ഇങ്ങനെ ഇടിച്ചു കുത്തി കയറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, പഠിച്ചിറങ്ങുന്നതിൽ ബഹുഭൂരിപക്ഷം പേർക്കും ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ പേർക്കും ജോലി കിട്ടുന്നതിനുള്ള അവസരങ്ങൾ ഈ മേഖലക്കകത്ത് ഉണ്ട് എന്നുള്ളതാണ്. 2024 ശേഷമാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖലയിലേക്ക് വലിയ സാധ്യതകൾ. അതൊരു പുതിയ നിയമനിർമ്മാണത്തിന്റെ ഭാഗമായാണ് അത്തരത്തിലുള്ള ഒരു സാധ്യത വന്നിട്ടുള്ളത്. അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്യാം. ഈ കോഴ്സിനകത്ത് 2 വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളാണ് ഉള്ളത്. ഒന്ന് ഡിപ്ലോമ വിദ്യാർത്ഥികൾ, രണ്ടാമത്തേത് PG വിദ്യാർത്ഥികൾ. ഡിപ്ലോമ വിദ്യാർത്ഥികൾക്ക് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. ഡിപ്ലോമ വിദ്യാർത്ഥികളുടെ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് എത്ര രൂപയാണ്? ഒന്ന് പറഞ്ഞേ. കമോൺ. 6,000. 7,000. 7,000. Totally 7,000. 2 കൂട്ടരും പറഞ്ഞത് ശരിയാണ്. ടോട്ടൽ 7,000. ആദ്യത്തെ 1000 രൂപ രജിസ്ട്രേഷൻ ഫീസാണ്. ബാക്കിയുള്ള 6,000 രൂപ മക്കളെ എല്ലാവരും മ്യൂട്ട് ചെയ്താ. ആദ്യത്തെ 1000 രൂപ രജിസ്ട്രേഷൻ ഫീസാണ്. ബാക്കിയുള്ള 6,000 രൂപ കോഴ്സ് ഫീസാണ്. കോഴ്സ് ഫീസ് അടക്കുന്നതിന് 2 തരത്തിലുള്ള മാർഗങ്ങൾ നിങ്ങൾക്കുണ്ട്. ഒന്നാമത്തേത് ഒരുമിച്ചടക്കാനുള്ള ഒരു സംവിധാനം. ഒരുമിച്ചാണ് നിങ്ങൾ അടക്കുന്നത് എങ്കിൽ ഇത് ഡിസംബർ മാസമാണ്. മഞ്ഞ് പെയ്യുന്ന മാൻകുട്ടികളോടൊപ്പം സാന്താക്ലോസ് വരുന്ന സമ്മാന പൊതികളും മിഠായി പൊതികളും ഒക്കെ കടന്നു വരുന്ന നക്ഷത്രങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസം അല്ലെ? ഈ ക്രിസ്മസ് ഓഫറായി ഡിസംബർ 30-ാം തീയതിക്കുള്ളിലാണ് നിങ്ങൾ ഫീസ് അടക്കുന്നത് എങ്കിൽ, ഡിസംബർ 30-ാം തീയതിക്കുള്ളിലാണ് നിങ്ങൾ ഒരുമിച്ച് 1 ടൈം പേയ്മെന്റ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇനി നിങ്ങൾ 6,000 രൂപ അടക്കേണ്ടതില്ല. പകരം 5,000 രൂപ അടച്ചാൽ മതി. ഇത് ഡബിൾ ധമാക്ക ഓഫറാണ് കേട്ടോ. അപ്പൊ ഈ മാസത്തെ ഓഫറിന് നമ്മൾ ക്രിസ്മസ് ഓഫർ എന്ന് പറയും. അടുത്ത മാസം ഈ ഓഫർ ഉണ്ട്. അടുത്ത മാസം നമ്മൾ ഇതിനെ ന്യൂ ഇയർ ഓഫർ എന്ന് പറയും. ഓക്കെ, അപ്പോ ഈ മാസം നമ്മൾ അങ്ങനെ ഒരു ഡിസംബർ 30-ാം തീയതിക്കുള്ളിൽ ആണ് ഫീസ് അടക്കുന്നതെങ്കിൽ 1000 രൂപ കുറച്ച് 5,000 രൂപ അടച്ചാൽ മതി. അതല്ല മാസമാണ് അടക്കുന്നതെങ്കിൽ എല്ലാ മാസവും നിങ്ങളോട് ഒരു നിശ്ചിത തീയതി പറയും. ആ തീയതിക്കുള്ളിൽ നിങ്ങൾ 1000 രൂപ വീതമുള്ള 6 ഗഡുക്കളായിട്ടാണ് 6,000 രൂപ അടക്കേണ്ടത്. PG വിദ്യാർത്ഥികളാണ് എങ്കിൽ PG വിദ്യാർത്ഥികൾക്ക് 1000 രൂപ അടക്കാം. ബാക്കി അടക്കാനുള്ളത് 11,000 രൂപയാണ്. 11,000 rupees ആണ്. അത് ഒരുമിച്ചാണ് അടക്കുന്നതെങ്കിൽ 10,000 അടച്ചാൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ മാസം നിശ്ചിത ഇൻസ്റ്റാൾമെന്റുകളായിട്ട് അടച്ചു തീർക്കാവുന്നതാണ്. ഡിപ്ലോമയുടെ കോഴ്സ് കാലാവധി എന്ന് പറയുന്നത് 6 മാസ കാലവും പോസ്റ്റ് ഗ്രാജുവേഷന്റെ കാലാവധി എന്ന് പറയുന്നത് 10 മാസക്കാലവുമായിരിക്കും. ഡിപ്ലോമയ്ക്ക് 6 മാസം, പോസ്റ്റ് ഗ്രാജുവേഷന് 10 മാസമായിരിക്കും. ഓക്കെ, അടുത്ത കാര്യം ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ളത് എന്ന് വെച്ചാല് ഡിപ്ലോമയ്ക്ക് 4 മൊഡ്യൂളുകളാണ് ഉണ്ടാവുക, 4 പേപ്പറാണ് ഉണ്ടാവുക. PGക്ക് 7 മൊഡ്യൂളുകളാണ് ഉണ്ടാവുക. ഡിപ്ലോമയുടെയും PGയുടെയും ആദ്യത്തെ 4 മൊഡ്യൂളുകൾ സെയിം ആയിരിക്കും. 4 മൊഡ്യൂളുകളും സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് ഡിപ്ലോമ വിദ്യാർത്ഥികളെയും PG വിദ്യാർത്ഥികളെയും ആദ്യം ക്ലാസ്സുകളിൽ ഒരുമിച്ച് ഇരുത്തുന്നത്. ഡിപ്ലോമയുടെ 4 എക്സാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് PG വിദ്യാർത്ഥികൾക്ക് PGയുടെ 3 മൊഡ്യൂളിന്റെ 3 പേപ്പേഴ്സിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കുക. അത് തുടർച്ചയായി 4 മാസക്കാലം കൂടിയിട്ട് ഉണ്ടാവും. അപ്പൊ ആദ്യം PG വിദ്യാർത്ഥികൾ ഡിപ്ലോമ വിദ്യാർത്ഥികളോടൊപ്പം തന്നെയാണ് എക്സാം എഴുതേണ്ടത്. അത് ആദ്യത്തെ 4 മൊഡ്യൂളാണ്. അതോടുകൂടി
ആ ഭാരം തലയിൽ നിന്ന് ഇറക്കി വെക്കാം. പിന്നെ 3 പേപ്പറിന്റെ ഭാരം എടുത്ത് തലയിലോട്ട് വെച്ചാൽ മതി. പഠിക്കാൻ വളരെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ പ്രത്യേകമായി ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്തത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എക്സാം ഫീസ് ആണ്. എക്സാം ഫീസ് എന്ന് പറയുന്നത് ഡിപ്ലോമ വിദ്യാർത്ഥികൾക്ക് 1500 രൂപയും PG വിദ്യാർത്ഥികൾക്ക് 1800 രൂപയുമാണ് എക്സാം ഫീസ് ആയിട്ട് അടക്കേണ്ടത്. പിന്നെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ പുറകെ പറയുന്നതാണ്. ടെക്സ്റ്റ് ബുക്ക്, അതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. 2024 നവംബർ മാസം മുതൽ ടെക്സ്റ്റ് ബുക്ക് സ്കിൽ കോഴ്സുകൾക്ക് കമ്പൽസറി ആണ്. സ്റ്റഡി മെറ്റീരിയൽ കമ്പൽസറി ആണ്. നിർബന്ധമായും ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങിയേ പറ്റൂ. സാർ, എന്റെ നാത്തൂൻ കഴിഞ്ഞ ബാച്ചിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നാത്തൂന്റെ കയ്യിൽ നിന്നും ഞാൻ ടെക്സ്റ്റ് ബുക്ക് വാങ്ങി എന്ന് പറഞ്ഞ് എക്സാം സമയത്ത് ആരെങ്കിലും വന്നിട്ട് കാര്യമില്ല. കാരണം നിലവിലുള്ള നിയമപ്രകാരം സ്കിൽ കോഴ്സുകൾക്ക് സ്റ്റഡി മെറ്റീരിയൽ കമ്പൽസറി ആക്കിയിട്ടുണ്ട്. നിങ്ങളുടെ അഡ്മിഷൻ രജിസ്റ്ററിനകത്ത് സ്റ്റഡി മെറ്റീരിയലിനുള്ള പേയ്മെന്റ് വന്നതും ഇൻവെന്ററിയിൽ നിങ്ങളുടെ പേരിൽ സ്റ്റഡി മെറ്റീരിയൽ ഡിസ്പേഴ്സ് ചെയ്തതിന്റെയും ഡോക്യുമെന്റ്സ് സമർപ്പിച്ചാൽ മാത്രമേ സർട്ടിഫിക്കേഷൻ കൗൺസിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫൈനൽ ലിസ്റ്റ്, എക്സാമിന്റെ ഫൈനൽ ലിസ്റ്റ് അപ്രൂവ് ചെയ്ത് തരുള്ളൂ. മനസ്സിലായി? അപ്പോ അപ്രൂവ് ചെയ്ത് തരുള്ളൂ. അപ്പോ നിർബന്ധമായും ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങേണ്ടതാണ്. ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങാൻ സാധിക്കാത്ത ആളുകൾക്ക് എക്സാം എഴുതാനായിട്ട് അനുവാദം ലഭിക്കുന്നതല്ല. അത് സ്മാർട്ട് സിയുടെയോ എന്റെയോ സിൻഡാജ് സാറിന്റെയോ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല. സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് നമ്മളല്ല. നമ്മൾ ഈ കോഴ്സ് നടത്തുന്ന, ഇതിന്റെ ട്യൂട്ടോറിയൽ നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമാണ്. സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡിയാണ്. അവരുടെ നിയമപ്രകാരം മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ നടത്താനായി സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ കാര്യം ആവർത്തിച്ചിട്ട് പറയുന്നത്. ഡിപ്ലോമയുടെ ടെക്സ്റ്റ് ബുക്കിന് 1900 രൂപയാണ് വില വരുന്നത്. 4 മൊഡ്യൂളും ഒരു ഗൈഡും ഉണ്ടാവും. ഗൈഡിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ലൈവ് ക്ലാസ്സിൽ പങ്കെടുത്തില്ലായെങ്കിലും റെക്കോർഡ് ക്ലാസ്സിൽ പങ്കെടുത്തില്ലായെങ്കിലും പരീക്ഷയ്ക്ക് 100% മാർക്കും നിങ്ങൾക്ക് വാങ്ങാനായി സാധിക്കും എന്നുള്ളതാണ് ഗൈഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഇത് ഒരു സിലബസ് ഓറിയന്റഡ് കോഴ്സാണ്. അതുകൊണ്ട് തന്നെ ഈ കോഴ്സിൽ ആ ഗൈഡിൽ ഉള്ള കാര്യങ്ങൾ മാത്രമേ മെയിൻ എക്സാമിന് നിങ്ങൾക്ക് ചോദ്യങ്ങളായി ഉണ്ടാവുകയുള്ളൂ. ഗൈഡിൽ ഉള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണോ അത്രയും ചോദ്യങ്ങളെ നിങ്ങൾക്ക് മെയിൻ എക്സാമിന് വരുള്ളൂ. ഓക്കെ, അപ്പൊ ഗൈഡ് നിങ്ങൾക്ക് നിശ്ചയമായിട്ടും വളരെ ഉപകാരപ്രദമാകുന്ന, സമയമില്ലാത്ത ആൾക്കാർക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു സാധനമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രാഥമികമായി പറയാനുള്ളത്. ഇനി അടുത്ത ചോദ്യം, വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ചോദ്യം, എല്ലാവരും ഉത്തരം പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ചോദ്യം വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. പുലിമുരുകനിൽ മുരുകനായി അഭിനയിച്ചത് ആരാണ്? വേഗം പറഞ്ഞ ആരാണ്? മുരുകനായി അഭിനയിച്ചത് മോഹൻലാല്. മുരുകനായി അഭിനയിച്ചത് മോഹൻലാൽ. അപ്പൊ ജിൻസി, രണ്ടാമത്തെ ചോദ്യം, ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് ഏതൊക്കെ ആപ്പുകളാണ് വേണ്ടത്? ഗൂഗിൾ മീറ്റ് ആപ്പ്, അത് മാത്രം മതിയെന്ന് തോന്നുന്നു. ഗൂഗിൾ ക്ലാസ് റൂം. ഗൂഗിൾ മീറ്റ് വേണം, ഗൂഗിൾ ക്ലാസ് റൂം വേണം. എന്താണ് ഗൂഗിൾ മീറ്റിന്റെ ലക്ഷ്യം? ഗൂഗിൾ മീറ്റ് എന്താണ്? പറയും. ഗൂഗിൾ മീറ്റിൽ ലൈവ് ക്ലാസ് കിട്ടും. ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്നത് ലൈവ് ക്ലാസ്സുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആപ്പാണ്. മീറ്റ് ചെയ്യാൻ, അതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ ലൈവായി മീറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം, ഒരു ആപ്പാണ് ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ക്ലാസ് ടൈം എപ്പോഴാണ് അറിയാമോ നിങ്ങൾക്ക്? അറിയില്ല. നമ്മുടെ റെഗുലർ ക്ലാസ്സുകൾ, അക്കാദമിക് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് നാളെ ഇലക്ഷന്റെ റിസൾട്ട് ആണ്. നാളെ ഇലക്ഷന്റെ റിസൾട്ട് കഴിഞ്ഞ് മറ്റന്നാൾ ഞായറാഴ്ചയാണ്. അത് കഴിഞ്ഞുള്ള തിങ്കളാഴ്ച ശുഭമുഹൂർത്തം ഉച്ചക്ക് 1:30 മുതൽ 3:30 വരെയാണ് നിങ്ങളുടെ ക്ലാസ് ടൈം. 1:30 മുതൽ 3:30 വരെ, തിങ്കൾ മുതൽ വെള്ളി വരെ. എല്ലാ ആഴ്ചകളിലും തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ഉച്ചക്ക് 1:30 മുതൽ 3:30 വരെയുള്ള സമയത്താണ് നിങ്ങളുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. ഗൂഗിൾ മീറ്റ് 1:30 മുതൽ 3:30 വരെ ആയിരിക്കും. അപ്പൊ 1:45 ക്ലാസ് കയറിയാലും നിങ്ങൾക്ക് ക്ലാസ് കിട്ടുമോ? ഗൂഗിൾ മീറ്റ് കയറിയാലും ഒറ്റ ചോദ്യം, ഞാനൊന്ന് പറഞ്ഞോട്ടെ. സംശയങ്ങൾ നമുക്ക് തമ്മിൽ സംസാരിക്കാനുള്ള ഭാഗങ്ങളൊക്കെ ഏറ്റവും ലാസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. സൽവല്ലേ പറഞ്ഞത്? നമുക്ക് സംസാരിക്കാം, ലാസ്റ്റ് സംസാരിക്കാം കേട്ടോ. എന്റെ ചോദ്യം ഇതാണ്. ചോദ്യം എന്താ പറഞ്ഞു വന്നത്? ഗൂഗിൾ മീറ്റിന്റെ കാര്യമല്ലേ? ഓക്കെ, 1:30 മുതൽ 3:30 വരെയാണ്. അപ്പൊ 1:30 ക്ലാസ് തുടങ്ങും. 1:45 കയറിയാൽ കിട്ടുമോ? ക്ലാസ് കിട്ടുമോ?
നോ 1:45 ഇല്ല. കിട്ടും? ഇല്ല, കിട്ടൂല. രണ്ടു ഉത്തരവായിട്ടുണ്ട്. സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ കിട്ടും. കിട്ടും. അതെ. സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ക്ലാസ് കിട്ടും. ഓക്കെ, ഒരു 1:20 തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കയറാനായിട്ട് പറ്റും. ഉച്ചക്ക് 1 മണിക്ക് കയറിയിട്ടേ ഈ ലിങ്കിലിട്ട് കുത്തോട് കുത്ത്, കോഡ് അടിക്കണ്, കുത്തോട് കുത്തി ഫോണിന്റെ സ്ക്രീൻ പോകും. അതുവരെയും കുത്തിയിട്ട് എന്നെ വിളിക്കും, സാറേ ക്ലാസ് കിട്ടണില്ലല്ല എന്ന് പറയും. അങ്ങനെയുള്ള ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നേരത്തെ പറയുന്നത് കേട്ടോ. അപ്പൊ ഒരു കാരണവശാലും നിങ്ങളുടെ ഫോണിലിട്ട് കുത്തണ്ട. നിങ്ങളുടെ കെട്ടിയോനോ അച്ഛനോ അല്ലെങ്കിൽ നിങ്ങളോ പണിയെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഫോണാണത്. 1:20 കയറിയിട്ട് ആ ഗൂഗിൾ മീറ്റ് കയറിയാൽ നിങ്ങൾക്ക് കയറാനായിട്ട് സാധിക്കും കേട്ടോ. അതല്ലാതെ അതിന് മുമ്പ് ഉച്ചക്ക് 1 മണിക്ക് കയറിയിട്ട് ഗൂഗിൾ മീറ്റ് കയറിയിട്ട് സാറെ ക്ലാസ് കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. അതുപോലെ തന്നെ 3:30 ശേഷം ക്ലാസ്സിൽ കയറിയിട്ട് ഒരു കാര്യമില്ല. 3:00 നമ്മള് പെട്ടിയും പടമൊക്കെ മടക്കി കടയൊക്കെ പൂട്ടി ഷട്ടർ ഇട്ട് പോകും. അപ്പൊ 3:30 വരെയാണ് നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുള്ളൂ. തിങ്കൾ മുതൽ വെള്ളി വരെ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ക്ലിയർ? ഗൂഗിൾ മീറ്റ്. അടുത്തത് ഗൂഗിൾ ക്ലാസ് റൂം. ഗൂഗിൾ ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആദ്യത്തെ ചോദ്യം, നിങ്ങളേറെ സ്നേഹത്തോടു കൂടി കരുതലോടുകൂടി മിഠായി തന്ന് കളിപ്പാട്ടങ്ങൾ തന്ന് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ള അമ്മയുടെ ഏറ്റവും ഇളയ ആങ്ങള തോമസ് അങ്കിൾ. തോമസ് അങ്കിളിന്റെ മൂത്ത മോളുടെ കല്യാണം, വേണ്ട കല്യാണമില്ല, മനസമ്മതം, ജെസിമോൾ. തോമസ് അങ്കിളിന്റെ മോള് ജെസിമോളുടെ കല്യാണം സാധാരണ ഞായറാഴ്ചയാണ് വെക്കാറുള്ളത്. പക്ഷേ ചെക്കൻ വീട്ടുകാരുടെ സൗകര്യാർത്ഥം ബുധനാഴ്ചയാണ് വെച്ചിട്ടുള്ളത്. ഉച്ചക്ക് 12:30 മണിക്കാണ് മനസമ്മതം. 12:30 മണിക്ക് മനസമ്മതം കഴിഞ്ഞാല് 450 രൂപ വിലയുള്ള ഡിഷോട് കൂടിയിട്ടുള്ള ഒരു ലഞ്ചാണ് ഒരുക്കിയിട്ടുള്ളത്. നിങ്ങള് ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുവോ ജെസിമോക്കടെ മനസമ്മതത്തിൽ പങ്കെടുക്കും? എവിടെ പങ്കെടുക്കും? മനസ്സമ്മതത്തിൽ പങ്കെടുക്കുള്ളൂ. ഏതോ പഠിക്കാൻ വേണ്ടി അത്രയധികം തീർക്കുന്ന ഏതോ ഒരു വിജ്ഞാനദാഹി ഈ ക്ലാസ്സിനകത്തുണ്ട്. ആ ആള് മാത്രം ക്ലാസ്സിൽ പങ്കെടുക്കും. ബാക്കിയുള്ള എല്ലാവരും ജെസിമോക്കട മനസ്സമ്മതത്തിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട് പോകും. ജെസിമോക്കട മനസ്സമ്മതത്തിൽ പങ്കെടുക്കുമ്പോ നമ്മുടെ ക്ലാസ് മുടങ്ങില്ലേ? മുടങ്ങും. അപ്പൊ എന്തു ചെയ്യും? അപ്പോ ആ ലൈവ് ക്ലാസിന്റെ റെക്കോർഡ് ക്ലാസ് നമ്മൾ എവിടെ തരും? ഗൂഗിൾ ക്ലാസ് റൂമിൽ തരും. മനസ്സിലായി കാര്യം? ഗൂഗിൾ ക്ലാസ് റൂമിനകത്തെ നിങ്ങൾക്ക് ഉള്ള റെക്കോർഡ് ക്ലാസ് റെക്കോർഡ് ചെയ്ത് ഗൂഗിൾ ക്ലാസ് റൂമിൽ തരും. ഇന്ന് തരും. ഇന്നത്തെ ക്ലാസ് ആണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം തരും. തിങ്കൾ മുതൽ വെള്ളി വരെയാണ് നിങ്ങളുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. തിങ്കളാഴ്ചത്തെ ക്ലാസ് അപ്പൊ നിങ്ങൾക്ക് എന്ന് കിട്ടും? ചോദ്യം ചൊവ്വാഴ്ച കിട്ടും. തിങ്കളാഴ്ചത്തെ ക്ലാസ് അപ്പൊ കിട്ടും? വ്യാഴാഴ്ച കിട്ടും. ഓക്കെ, വെള്ളിയാഴ്ചത്തെ ക്ലാസ് ഏത് ദിവസത്തെ ക്ലാസ് ആയിരിക്കും? വ്യാഴാഴ്ചത്തെ ക്ലാസ് കിട്ടും. വ്യാഴാഴ്ചത്തെ ക്ലാസ് കിട്ടും. അപ്പൊ തിങ്കളാഴ്ചത്തെ ക്ലാസ് ഏത് ദിവസത്തെ ക്ലാസ് ആയിരിക്കും കിട്ടുന്നത്? വെള്ളിയാഴ്ചത്തെ. സാറേ ഞാൻ പറഞ്ഞത് എന്താണ്? നിയമം ഇതാണ്. തിങ്കൾ മുതൽ വെള്ളി വരെയാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. ക്ലാസ് നടക്കുന്നതിന്റെ തൊട്ടടുത്ത പ്രവൃത്തി ദിവസമായിരിക്കും ക്ലാസ്സുകൾ കിട്ടുന്നത്, റെക്കോർഡ് ക്ലാസ്സുകൾ കിട്ടുന്നത്. അപ്പോ വെള്ളിയാഴ്ചയുടെ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ഏതാണ്? ശനിയാഴ്ചയാണ്. അല്ലേ? എന്റെ നാട്ടിൽ അങ്ങനെയാണ്. നിങ്ങളുടെ നാട്ടിൽ? അതെ. ഓക്കെ. അപ്പോ വെള്ളിയാഴ്ചത്തെ റെക്കോർഡ് ക്ലാസ് ശനിയാഴ്ച കിട്ടും. തിങ്കളാഴ്ച റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതല്ല. ഈ വിജ്ഞാനദാഹികളുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചക്ക് 2 മണിയാകുമ്പോ വിളിക്കും, സാറേ തിങ്കളാഴ്ചത്തെ റെക്കോർഡ് ക്ലാസ് വന്നിട്ടില്ലല്ലോ എന്നും പറഞ്ഞിട്ട് വിളിയോട് വിളിയായിരിക്കും. ഞാൻ ഇത്രയും ചെറിയ കാര്യങ്ങൾ വരെ വളരെ വിശദമായി പറയുന്നത് എന്താണെന്നറിയോ? ഈ ക്ലാസ്സിൽ 1-2 പേരല്ല, 10-200 പേരുണ്ടാകും. ആ 200 പേരിൽ 10% പേര് വിളിച്ചാൽ 20 പേരെ കോള് ഞങ്ങൾ ഇരുന്ന് അറ്റൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വിശദമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഇത്രയും പറഞ്ഞു കൊടുത്തിട്ടും വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊന്നും പറയാതില്ല. ഓക്കെ, അപ്പോ ക്ലിയർ ആയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചക്ക് 1:30 മുതൽ 3:30 വരെയുള്ള ലൈവ് ക്ലാസ്സുകൾ തൊട്ടടുത്ത ദിവസം റെക്കോർഡ് ക്ലാസ്സുകളായിട്ട് കിട്ടും. നിങ്ങളുടെ സമയത്തിനും സൗകര്യത്തിനും അനുസരിച്ചിട്ട് എവിടെ വേണമെങ്കിലും ഇരുന്ന് ആവർത്തിച്ചിട്ട് ക്ലാസ്സുകൾ കാണാനും അറ്റൻഡ് ചെയ്യാനുമുള്ള സൗകര്യമുണ്ട്.
അടുത്ത ചോദ്യം. റെക്കോർഡ് ക്ലാസ് കണ്ട് സംശയം തോന്നി. എങ്ങനെ സംശയം ചോദിക്കും? നിങ്ങൾ ജോലിയുള്ള ഒരാളാണ്, ഒരു ദിവസവും നിങ്ങൾക്ക് ലൈവ് ക്ലാസ് കാണാൻ പറ്റൂല. എങ്ങനെ നിങ്ങൾ സംശയം ചോദിക്കും? കമോൺ, എന്തെങ്കിലും ഐഡിയ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മെസ്സേജ് അയക്കാൻ പറ്റും സർ. എന്തോ നെക്സ്റ്റ് ക്ലാസ്സില് ലൈവ് ക്ലാസ്സില് നെക്സ്റ്റ് ലൈവ് ക്ലാസ്സിൽ നിങ്ങൾ കയറുന്നില്ലല്ലോ, നിങ്ങൾ ജോലിക്ക് പോവുകയല്ലേ. മെസ്സേജ് വോയിസ് റെക്കോർഡ് അതന്നെ അതാണ് പറഞ്ഞു വരുന്നത്. ടീച്ചർമാരുടെ ഒരാളുടെയും ഫോൺ നമ്പർ നിങ്ങൾക്ക് തരുന്നതല്ല. ശ്രദ്ധിക്കണേ, ടീച്ചർമാരുടെ ആരുടെയും പേഴ്സണൽ നമ്പർ നിങ്ങൾക്ക് തരുന്നതല്ല. നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ 2 മാർഗങ്ങളാണ് ഉള്ളത്. 2 മാർഗങ്ങൾ. ഒന്നാമത്തേത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൽ കയറി ചോദിക്കാം. രണ്ടാമത്തേത്, ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ഫോൺ നമ്പർ തരും. ആ ഫോൺ നമ്പറിൽ വോയിസ് മെസ്സേജ് ആയോ ടെക്സ്റ്റ് മെസ്സേജ് ആയോ നിങ്ങൾക്ക് ചോദിക്കാം. കോൾ ചെയ്ത് ചോദിക്കണ്ട. എന്റെ നമ്പറാണ് തരുന്നത് കേട്ടോ, എനിക്കറിയൂല ആ സംശയം ക്ലിയർ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് വഴി എനിക്ക് ഇട്ട് തന്നാൽ ഞാനത് ടീച്ചർമാർക്ക് ഇട്ട് കൊടുക്കും. ടീച്ചർമാര് അതെടുത്തിട്ട് അതിന്റെ മറുപടി കൃത്യമായി എനിക്ക് ഇട്ടുതരും, ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം തോന്നിയില്ലേ, സാറ് എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഇതിന്റെ ഇടയിൽ നിൽക്കുന്നത്, ഞങ്ങൾ ടീച്ചർമാരോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കിക്കോളാം എന്ന് തോന്നിയില്ലേ? പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ടീച്ചർമാരുടെ നമ്പർ തരാത്തതെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അവർക്ക് ഫോൺ നമ്പർ കൊടുത്താൽ ടീച്ചർമാർക്ക് പിന്നെ അവരുടെ പേഴ്സണൽ ലൈഫില് ഫോൺ എടുക്കാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. രാത്രി 12 മണി വരെയും കോൾ വരും. അതിനും വീണ്ടും മെസ്സേജസും ഇതും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ടീച്ചർമാർക്ക് നമ്മൾ ഡയറക്റ്റ് നമ്പർ ഇപ്പൊ തരാത്തത്. സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുള്ള മാർഗം ഇതാണ്. ഒന്നുകിൽ ലൈവ് ക്ലാസ്സിൽ കയറി ചോദിക്കാം, അതല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ മറുപടി കിട്ടുന്നതാണ്. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്തു? ഗൂഗിൾ ക്ലാസിന്റെ കാര്യം ചർച്ച ചെയ്തു, ഗൂഗിൾ മീറ്റിന്റെ കാര്യം ചർച്ച ചെയ്തു, സംശയങ്ങൾ ചോദിക്കുന്നത് എങ്ങനെയെന്നുള്ള കാര്യം ചർച്ച ചെയ്തു അല്ലെ. അടുത്ത എക്സാം ഫീസിന്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനി 1, 2, 3 കാര്യങ്ങൾ കൂടിയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാറുണ്ട്. പെട്ടെന്ന് സാധാരണ 2 മണിക്കൂർ എടുത്താണ് നമ്മൾ സംസാരിക്കാറുള്ളത്. ഇന്ന് എനിക്കും ഒരല്പം ധൃതി കൂടുതലുള്ളത് കൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ പറയാണ്. അടുത്തതായിട്ട് നമുക്ക് എക്സാം എങ്ങനെയാണ് എന്നുള്ളതാണ്. ക്ലാസ്സുകളുടെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. എക്സാം എങ്ങനെയാണ് എന്നുള്ളതാണ് അടുത്ത കാര്യം. എക്സാം നിങ്ങൾക്ക് 1ാമത്തെയും 2ാമത്തെയും മൊഡ്യൂളുകൾ നിങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാം ഉണ്ടാകും. 1, 2 മൊഡ്യൂൾ കഴിയുമ്പോൾ നിങ്ങൾക്കൊരു മൊഡ്യൂൾ എക്സാം ഉണ്ടാകും. 3, 4 മൊഡ്യൂൾ കഴിയുമ്പോൾ മറ്റൊരു എക്സാം കൂടി ഉണ്ടാകും. അത് കഴിഞ്ഞ് നേരെ നമ്മൾ എന്തിലോട്ട് പോകും? മെയിൻ എക്സാമിലേക്ക് പോകും. ഈ ആദ്യത്തെ 2 എക്സാമുകളും നടത്തുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. 3ാമത്തെ എക്സാം നടത്തുന്നത് സർട്ടിഫിക്കേഷൻ കൗൺസിലാണ്. എല്ലാ എക്സാമുകളും ഓൺലൈൻ ആയിരിക്കും. നിങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥിയോ വീട്ടമ്മയോ ഒരു ജോലിക്കാരിയോ ആരുമാകട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലിടത്തിൽ ഇരുന്നോ, ഇനി ഓടുന്ന ബസ്സിൽ ഇരുന്നോ, എവിടെ ഇരുന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട്. പക്ഷെ മെയിൻ എക്സാം നിങ്ങളുടെ ലൈവ് സ്ട്രീം വീഡിയോ റെക്കോർഡഡ് ആയിരിക്കും. ആ റെക്കോർഡഡ് വീഡിയോ പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ മാർക്ക് ഇഷ്യൂ ചെയ്യുക, റിസൾട്ട് പബ്ലിഷ് ചെയ്യുക. അപ്പോ മെയിൻ എക്സാമിനകത്ത് യാതൊരു തരത്തിലുള്ള മാനിപ്പുലേഷൻസ്, മിസ്അപ്രോപ്രിയേഷൻസ് ഒന്നും ചെയ്യാനായി തെറ്റായിട്ടുള്ള ഒരു രീതികളും ആരും പാലിക്കാൻ പാടില്ല. കാരണം ഗൈഡ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കണല്ലോ. ഗൈഡൊക്കെ ഇട്ട് വെറുതെ മറിച്ചു നോക്കാന്നൊക്കെ വിചാരിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ ഡീവാർ ചെയ്യപ്പെട്ടേക്കാം. മെയിൻ എക്സാമിനകത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇൻവിജിലേറ്റർമാരെ കൂടാതെ 2 ഷാഡോ ഇൻവിജിലേറ്റർമാരെ കൂടി ഉണ്ടാകും. അത് നിങ്ങൾക്ക് ആ മെയിൻ എക്സാം സമയത്ത് ബോധ്യപ്പെടും. 2 ഷാഡോ ഇൻവിജിലേറ്റർമാർ കൂടി ഉണ്ടാകും. അപ്പോ ഒരു തരത്തിലുള്ള തെറ്റായ പ്രവണതകളും ചെയ്യാൻ പാടില്ല. 1 മണിക്കൂറായിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കുക. എക്സാമിനകത്ത് വരുന്നത് 60 ചോദ്യങ്ങളായിരിക്കും. 60 ചോദ്യങ്ങൾ, 1 മാർക്ക് വീതമുള്ള 60 ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടായിരിക്കുക. അത് നിങ്ങൾ പഠിച്ചെഴുതേണ്ടതാണ്. അത് ഈ ഗൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും. 60 മാർക്ക് നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ മൊത്തം നിങ്ങളുടെ പരീക്ഷയുടെ മാർക്ക് എന്ന് പറയുന്നത് 100 മാർക്കാണ്. ബാക്കി 40 മാർക്ക് ഇന്റേണൽ മാർക്കാണ്.
ഇന്ത്യന്മാർക്ക് നിങ്ങളുടെ ക്ലാസ്സിലെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലോ ക്ലാസ്സിലെ അറ്റൻഡൻസിന്റെ അടിസ്ഥാനത്തിലോ ഒന്നുമല്ല അതിൽ ആശങ്കപ്പെടേണ്ടതില്ല. ഇന്ത്യന്മാർക്ക് നിങ്ങൾ അക്കാദമിക് മാർക്ക് നിങ്ങൾ 60 മാർക്ക് മേടിച്ചാൽ 40 മാർക്ക് നിങ്ങൾക്ക് ഇന്ത്യന്മാർക്ക് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവും. 60-ൽ 30 മാർക്കാണ് നിങ്ങൾ പരീക്ഷ എഴുതി മേടിക്കുന്നതെങ്കിൽ 40-ൽ 20 മാർക്ക് നിങ്ങൾക്ക് ഇന്ത്യന്മാർക്ക് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവും. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ 4 എക്സാമുകളാണ് ഉണ്ടാകുക. 400 മാർക്കിലാണ് നിങ്ങൾക്ക് എക്സാമുകൾ ഉണ്ടായിരുന്നത്. 400-ലായിരിക്കും നിങ്ങൾക്ക് മെയിൻ എക്സാമിന്റെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത്. ഡിപ്ലോമയ്ക്ക് PGക്ക് അത് 700-ലായിരിക്കും. ഓക്കെ, എല്ലാത്തിനും 1 മാർക്ക് വീതമുള്ള 60 ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. 1 മണിക്കൂറായിരിക്കും നിങ്ങളുടെ പരീക്ഷയുടെ സമയത്തായിരിക്കും. വെറും 10-15 മിനിറ്റ് കൊണ്ടോ നിങ്ങൾക്ക് എക്സാം എഴുതി തീർക്കാനായിട്ട് സാധിക്കുന്നതാണ്. വളരെ എളുപ്പത്തിൽ സാധിക്കും. ഓൺലൈൻ പരീക്ഷ രീതി ആയതുകൊണ്ടാണ് കൂടുതൽ സമയം നിങ്ങൾക്ക് അനുവദിച്ചു തരുന്നത്. പല സ്ഥലങ്ങളിൽ നെറ്റ് പ്രോബ്ലം, സാങ്കേതിക തടസ്സങ്ങളൊക്കെ സംഭവിച്ചേക്കാം. അതുകൊണ്ടാണ് അതങ്ങനെ തരുന്നത് കേട്ടോ. എക്സാം ഫീസ് നിങ്ങൾ കോഴ്സ് കഴിഞ്ഞ് എക്സാമിന്റെ സമയത്ത് ഇവിടെ നിന്ന് വിളിക്കും. ആ സമയത്ത് മാത്രം അടച്ചാൽ മതി. ഇപ്പോൾ അടയ്ക്കേണ്ടതേ ഇല്ല. ഓക്കെ, ഇതാണ് എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ള കാര്യം. അടുത്തത് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ്. സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യത്തിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ 7000 രൂപയുടെ പോസ്റ്റർ കണ്ടപ്പോ നിങ്ങൾക്ക് ആദ്യമായിട്ട് തോന്നിയ കാര്യം എന്താണ് ഒന്ന് പറയാം. നിങ്ങളുടെ ഫോണിൽ ആദ്യമായിട്ടേ 7000 രൂപയുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എന്ന് കണ്ടപ്പോ ആദ്യമായി നിങ്ങളുടെ ഉള്ളിൽ തോന്നിയ തോന്നൽ എന്താണെന്ന് കേൾക്കട്ടെ. ഇത്ര പഠിക്കാൻ പറ്റുമോ? ഫേക്ക് ആണെങ്കിൽ വേറെ ആരോട് നേരത്തെ പറയാം. ഫേക്കിന് മുമ്പ് ഒരു മലയാളത്തിൽ നല്ലൊരു വാക്കുണ്ട്, അത് പറയാൻ വന്ന ആൾ പതുക്കൊന്ന് വിളിക്കാൻ മതി. പറഞ്ഞു മോക്കി പറഞ്ഞു ധൈര്യമായിട്ട്. പറ്റിപ്പാണെന്ന് തോന്നി അല്ലേ? അങ്ങനെയല്ലേ? ഫേക്കാണെന്ന് തോന്നി, പറ്റിപ്പാണെന്ന് തോന്നി. മുഖത്ത് നോക്കി പറഞ്ഞത് നിങ്ങള്. ഞാൻ എല്ലാ ദിവസവും 89 പേരെ ഇങ്ങനെ അഭിമുഖീകരിക്കുന്നതാണ്. സാറ് പറ്റിപ്പാണെന്ന് ചോദിച്ചിട്ട് പോകുന്നത്. ഇത് ഉള്ള കാര്യമാണോ? എല്ലാ ജില്ലയിലും വിളിക്കും. ഉള്ള കാര്യമാണോ സാർ? 7000 രൂപക്ക്, കാരണം 30,000 രൂപക്കാണ് ഡിപ്ലോമ കോഴ്സ്, 1,25,000 രൂപ, 1,50,000 രൂപയുടെ PG കോഴ്സ്. അപ്പോ അത് 13,000 രൂപക്ക് പഠിപ്പിക്കുന്നു. ഇത് തട്ടിപ്പ് തന്നെ. നമ്മള് നിശ്ചയമായിട്ടും അങ്ങനെ ഒരു തീരുമാനത്തിലെത്താണ്. പിന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ PR വിളിച്ചിട്ട് വെറുതെ ഒന്ന് ചോദിക്കും. അപ്പോ അവര് കുറെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പിന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജിൽ കയറുമ്പോ അത് കൊള്ളാം, കോൺവെക്കേഷന് 10,000 പിള്ളേർ ഇങ്ങനെ വന്ന് കോൺവെക്കേഷന് സർട്ടിഫിക്കറ്റ് വാങ്ങണം, അവരവരുടെ അനുഭവം പറയണം, ഉഗ്രം ക്ലാസ് ആയിരുന്നു, സൂപ്പർ ടീച്ചിങ് ആണ്, ഭയങ്കര സർവീസാണ് സ്മാർട്ട് തരുന്നത്, ഇത്ര കുറഞ്ഞ ഫീസാണെന്നൊക്കെ പറയുമ്പോൾ അപ്പോഴും നിങ്ങൾക്കൊരു സംശയം തോന്നും, ഇത് പെയ്ഡ് പ്രമോഷനാണോ, പൈസ കൊടുത്തിട്ട് പറയിപ്പിക്കുന്നതാണോ എന്നൊക്കെ ഒരുപക്ഷെ തോന്നിയേക്കാം അല്ലേ? അങ്ങനെയൊക്കെ തോന്നുന്ന തട്ടിപ്പുകൾ നടക്കുന്ന ഒരു കാലമാണ്. ഞങ്ങൾ പൈസ കൊടുത്ത് പറയുന്നതല്ല കേട്ടോ. അതെല്ലാം ഇവിടെ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ അവരുടെ ഹൃദയത്തിൽ തട്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി ജോലി നേടിയിട്ടുള്ള 100 കണക്കിന് 1000 കണക്കിന് വരുന്ന വിദ്യാർത്ഥികളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. അവരാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പിന്തുണ എന്ന് പറയുന്നത്. ഓക്കെ, ഞങ്ങൾ മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ള സാമൂഹിക പ്രതിബദ്ധതയാർന്ന ഒരു ആശയത്തിന് അവർ നൽകിയ പിന്തുണയുടെ ഭാഗമായിട്ടാണ് ഇന്ന് 56,000-ഓളം വിദ്യാർത്ഥികളും 120 ജില്ലാ വരുന്ന ജീവനക്കാരും 5 ഓഫീസുകളുമായിട്ട് ഞങ്ങള് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് തലയുയർത്തി പിടിച്ചു നിൽക്കുന്നത്. വലിയ കാട്ടുകൊള്ളയാണ് ഈ മേഖലക്കകത്ത് നടക്കുന്നത്. 1.25 ലക്ഷം രൂപ ഫീസ് വാങ്ങുന്ന ഒരു കോഴ്സ് ഞങ്ങൾ 13,000 രൂപക്ക് നടത്താൻ 40,000-ഉം 80,000-ഉം 30,000-ഉം 35,000-ഉം പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് 7,000 രൂപക്ക് പഠിപ്പിക്കാനായി ഞങ്ങൾക്ക് ശക്തി തന്നത് ഞങ്ങളുടെ ഇവിടെ നിന്നും പഠിച്ചിറങ്ങുന്ന ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന നിങ്ങളെ പോലുള്ള വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന്റെ പേരിൽ ഞങ്ങളെ വിശ്വസിച്ചതിനുള്ള നന്ദി പറയാറ്. കോഴ്സിന്റെ ഫീസ് കുറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് തോന്നുന്ന കാര്യം എന്താണ്? കോഴ്സ് ഒക്കെ നന്നായിരിക്കും, സർട്ടിഫിക്കറ്റ് എന്തായിരിക്കും? ഇതാണ് അടുത്ത സംശയം. അതാണ് എനിക്കറിയാമേ, നിങ്ങളെ കൂടുതൽ എനിക്കറിയാൻ പറ്റും. ഓക്കെ, അപ്പോ സംശയം ഇതാണ്, സർട്ടിഫിക്കറ്റ് പ്രശ്നമാണ്. നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് സർട്ടിഫിക്കറ്റ്? ഏത് സർട്ടിഫിക്കറ്റാണ് നിങ്ങൾക്ക് തരുന്നേ? ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. ഗവൺമെന്റ് അപ്രൂവ്ഡ്, കനേഡിയൻ എല്ലാം കൂടി ഒരുമിച്ചാണ്. സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി സർട്ടിഫിക്കറ്റ് ആണ്. എക്സാമിനോടൊപ്പം ഈ കോഴ്സിനോടൊപ്പം അറ്റാച്ച്ഡ് ആയിട്ടുള്ള സൗജന്യമായ സർട്ടിഫിക്കറ്റ്. 7 ഫീച്ചേഴ്സ് ആണുള്ളത്. എത്ര ഫീച്ചേഴ്സ്? 7. ഒന്നാമത്തേത് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി സർട്ടിഫിക്കറ്റ്.
രണ്ടാമത്തേത് ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയ സർട്ടിഫിക്കറ്റ്. എന്താണ് ഇന്ത്യൻ എംബസി? ഇന്ത്യക്കകത്തുള്ള പൗരന്മാർ, ഇന്ത്യയിലെ പൗരന്മാർ വിദേശത്തേക്ക് ടൂർ പോകുന്നതിനോ ജോലിക്ക് പോകുന്നതിനോ പഠിക്കാൻ പോകുന്നതിനോ ഒക്കെ പോകുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ ഔദ്യോഗിക സ്ഥാപനമാണ് ഇന്ത്യൻ എംബസി. ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയ സർട്ടിഫിക്കറ്റ് ആണ്. ഈ സർട്ടിഫിക്കറ്റ് RSDCA, റീജിയണൽ സ്കിൽ ഡെവലപ്മെന്റ് സർട്ടിഫിക്കേഷൻ അതോറിറ്റി, RSDCA സർട്ടിഫിക്കറ്റ്. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തേത് മോഫ അറ്റസ്റ്റേഷൻ. എന്താണ് മോഫ? മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ്, വിദേശകാര്യ മന്ത്രാലയം, കേന്ദ്ര ഗവൺമെന്റിന്റെ ആണ്. മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിന്റെ മോഫ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെയോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെയോ ISO സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെയോ UAE അറ്റസ്റ്റേഷൻ ഉൾപ്പെടെ വിദേശത്ത് നിന്നുള്ള പല രാഷ്ട്രങ്ങളുടെയും അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളാണ്. ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് RSDCA. ഇന്ത്യക്കകത്ത് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി കൗൺസിലുകളായിട്ട് 2-3 കൗൺസിലുകളുണ്ട്. ഒരു കൗൺസിലിന്റെ പേരാണ് BSS. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്താണ് അതിന്റെ പൂർണ്ണ രൂപം? അതിന്റെ ഓർക്കുന്നുണ്ടോ? BSS ഒന്ന് പറഞ്ഞേ, ഓർക്കുന്നുണ്ടോ? ഭാരത് സേവക് സമാജ്. ഭാരത് സേവക് സമാജ് ആണ് ഒന്ന്. മറ്റൊന്ന് NCVRT, നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ റിസർച്ച് ട്രെയിനിങ് സെന്റർ. മൂന്നാമത്തേതാണ് RSDCA, റീജിയണൽ സ്കിൽ ഡെവലപ്മെന്റ് സർട്ടിഫിക്കേഷൻ അതോറിറ്റി. മനസ്സിലായി? അപ്പൊ ആ RSDCയുടെ സർട്ടിഫിക്കറ്റ് ആണെന്ന്, വാല്യൂള്ള സർട്ടിഫിക്കറ്റ് ആണെന്ന്. ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ, മോഫ് അറ്റസ്റ്റേഷൻ, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ, സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി സർട്ടിഫിക്കറ്റ്, ഇതാണ് നമ്മൾ തരുന്നത്. മനസ്സിലായി? അപ്പോ കോഴ്സ് മാത്രമല്ല വാല്യൂ ഉള്ളത്, സർട്ടിഫിക്കറ്റും വാല്യൂ ഉള്ളതാണ്. ഓക്കെ, ഇതാണ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ള കാര്യം. അടുത്തത്, വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായി ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ സർട്ടിഫിക്കറ്റിന്റെ പേരാണ് നേരത്തെ പറഞ്ഞ കനേഡിയൻ സർട്ടിഫിക്കറ്റ്, SDC കാനഡ. SDC കാനഡ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് കാനഡയിൽ പോകാനുള്ള സർട്ടിഫിക്കറ്റ് അല്ല. കാനഡ എന്ന് പറയുന്നത് സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെ ആസ്ഥാനമാണ്. 140ഓളം ലോകരാഷ്ട്രങ്ങളിൽ തൊഴിൽ നൈപുണ്യത്തിന്റെ ഔദ്യോഗിക വക്താവായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് SDC കാനഡ. വിദേശത്തേക്ക് പോകുമ്പോൾ സ്കിൽ കോഴ്സുകൾക്ക് 2 സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, ഡ്യുവൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ കോഴ്സുകളെ പ്രീമിയം കോഴ്സുകളായി പരിഗണിക്കും. പറഞ്ഞത് മനസ്സിലായോ? കുറച്ച് മനസ്സിലായിട്ടുണ്ട്. ഒറ്റ കാര്യം മനസ്സിലായില്ല. ഓക്കെ, വേറൊരു കഥ പറയാം. ജെസിമോക്കടെ മനസ്സമ്മതം. വീണ്ടും തോമസ് അങ്കിളിന്റെ മോള് ജെസിമോക്കടെ വീട്ടില് മനസ്സമ്മതത്തിന് നമ്മൾ പോവാണ്. മനസ്സമ്മതത്തിന് പോകുമ്പോൾ അതിനു മുമ്പ് നമ്മള് ഒരു ഓഫീസിൽ പോകുന്നു. അപ്പൊ സാരി എടുക്കുമ്പോ നിങ്ങൾ എന്ത് ചെയ്യും? സാരിയുടെ മറ്റേ എന്തെന്ന് പറയുന്ന മുന്താണി, അതിന് നിങ്ങൾ പറയുന്ന പേരെന്താണ്? അങ്ങനെ തന്നെയല്ലേ നിങ്ങളുടെ നാട്ടിലും പറയുന്നത്? സാരിയുടെ ഇങ്ങനെ മടക്കിയെടുത്ത ഭാഗം മുന്താണി എന്നല്ലേ പറയുന്നത്? അതിങ്ങനെ മടക്കി പിന്നെ കുത്തി വെക്കും, ഇല്ലേ? വേറെ ദിവസം വേറെ സ്ഥലത്താണ് പോണെങ്കിൽ. അന്ന് ജെസിമോക്കടെ മനസ്സമ്മതത്തിന് പോയപ്പോൾ തോമസ് അങ്കിള് ഈ മുന്താണിമ നിറയെ ഈ മിറർ വർക്കുകളുള്ള കണ്ണാടി വർക്കുകളും കുറെ എംബ്രോയിഡറി വർക്കുകളും ഗിൽറ്റൊക്കെ പതിപ്പിച്ചിട്ടുള്ള ഒരു സാരി തോമസ് അങ്കിള് നിങ്ങൾക്ക് മേടിച്ചു തന്നിട്ടുണ്ട്. അന്ന് നിങ്ങൾ സാരിയുടെ മുന്താണി ഇങ്ങനെ പിന്നെ വെച്ച് കുത്തൂലാണ്. അതെന്ത് ചെയ്യും? ഈ സീരിയലൊക്കെ മറ്റേ രാമായണവും മഹാഭാരതവും മറ്റേ ബാഹുബലിയൊക്കെ കാണുമ്പോൾ അതിന് രാജാക്കന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? രാജാക്കന്മാരുടെ ഇടത്തെ കൈ എപ്പോഴും നിങ്ങൾ പൊക്കി വെച്ചിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടില്ല നിങ്ങൾ? അതും മേടിക്കുമ്പോൾ അവർക്കൊരു ഒരു ഷാള് നിങ്ങൾ ഇട്ടിട്ടുണ്ടാവും, ഇങ്ങനെ ചുറ്റിയിട്ടുണ്ടാവും. ഈ ഷാളിന്റെ കൈ കൂടി ഇങ്ങനെ പൊക്കി പിടിച്ചായിരിക്കും നടക്കുന്നത്. അതുപോലെ തോമസ് അങ്കിൾ തന്നിട്ടുള്ള സാരിയിലെ എംബ്രോയിഡറി വർക്ക് കാണാൻ, മിറർ വർക്ക് കാണാൻ, ഗിൽറ്റ് കാണാൻ, ആ സാരി അന്ന് നിങ്ങൾ ഇന്ന് 1 ലെയർ സിംഗിൾ ലെയർ ആയിട്ട് ഇടും. എന്നിട്ട് ഈ സാരിയുടെ മുന്താണി എടുത്ത് കൈമങ്ങാടി ഇടും. ഈ കൈ താത്തുകയില്ല. മനസ്സമ്മതം കഴിയുന്നത് വരെ ഈ കൈ ഇങ്ങനെ പകുതി പൊക്കി പിടിച്ചിട്ട് ആ കയ്യിലായിരിക്കും ഈ സാരി തുമ്പി ഇങ്ങനെ കിടക്കുന്നത്. അപ്പോ ഇതുകൊണ്ട് നമ്മൾ പള്ളിയിലോട്ട് കയറി ചെല്ലുമ്പോ തന്നെ എല്ലാവരും ശ്രദ്ധ ഈ സാരിയുടെ മുന്താണിമയാ. എന്താ? മിറർ വർക്ക്, കണ്ണാടി, വെയിലടിക്കുന്നു, ക്യാമറയുടെ ഫ്ലാഷ് അടിക്കുന്നു, ഭയങ്കര തിളക്കം, ഇല്ലേ? അതെന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്? അവിടെ എല്ലാവരും നിങ്ങൾ ശ്രദ്ധിക്കണം. ഭയങ്കരമായിട്ടുള്ള എൻട്രി കിട്ടണം നിങ്ങൾക്ക്. മനസ്സിലായി? തോളൊപ്പം മുടിയുള്ള കത്രീന ചേച്ചി വരെ മുട്ടോളം മുടിയായിട്ടാണ് മനസ്സമ്മതത്തിന് ചെല്ലുക. എന്തിനു വേണ്ടിയിട്ടാ? എൻട്രി കിട്ടണം. കയറി ചെല്ലുന്ന ഇടത്ത് ഒരു എൻട്രി കിട്ടണം. എല്ലാവരുടെയും ശ്രദ്ധ നമ്മളിലേക്ക് വരണം. അതാണ് കാരണം. വിദേശത്തേക്ക് നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ
അവിടെ നിങ്ങൾക്ക് ഒരു എൻട്രി സ്പെഷ്യൽ ആയിട്ട് കിട്ടണം. എല്ലാവരുടെയും കയ്യിൽ ഒരു നോർമൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എൻട്രി കിട്ടണം. നിങ്ങളിലേക്ക് ഇന്റർവ്യൂ ബോർഡിന്റെ ശ്രദ്ധ വരണം, എംപ്ലോയറുടെ ശ്രദ്ധ വരണം. അതിനു വേണ്ടിയിട്ടാണ് ഈ വിദേശത്തേക്കുള്ള ഈ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ്. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് SDC കാനഡ എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ്, അത് കാനഡയിലോട്ട് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല കേട്ടോ. കാനഡ എന്ന് പറയുന്നതിന്റെ ആസ്ഥാനം മാത്രമാണ്. ലോകത്തിന്റെ ഏത് രാഷ്ട്രത്തിലും ഉപയോഗിക്കാവുന്നതാണ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ആ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് വെറുതെ കിട്ടൂല. അതിന് ഒരു പേയ്മെന്റ് ഉണ്ട്. അതെല്ലാവരും വാങ്ങണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എങ്കിൽ മേടിച്ചാൽ മതി. ഡിപ്ലോമ വിദ്യാർത്ഥികൾക്ക് 1500 രൂപയും PG വിദ്യാർത്ഥികൾക്ക് 1800 രൂപയുമാണ് അതിന്റെ വില. ഈ വിദേശ സർട്ടിഫിക്കറ്റിന്റെ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റിന്റെ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏകദേശം 1 മണിക്കൂറായി നമ്മൾ ക്ലാസ് ആരംഭിച്ചിട്ട്. സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞു, എക്സാമിന്റെ കാര്യം പറഞ്ഞു, ക്ലാസിന്റെ കാര്യം പറഞ്ഞു, ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 3 പ്രധാനപ്പെട്ട ഭാഗമാണ്. ഒരു കാര്യം നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലാത്തതും ബാക്കിയുള്ള 2 കാര്യം നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമാണ്. താല്പര്യമില്ലാത്ത കാര്യം ഏതാണ്? താല്പര്യമില്ലാത്ത കാര്യം ഫീസ് അടക്കുന്നതിനെ സംബന്ധിച്ചിട്ടാണ്. ഓക്കെ, ഫീസ് അടക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു PRO വിളിക്കും. ആ വിളിക്കുന്ന PRO ആയിരിക്കും ഈ 6 മാസക്കാലം നിങ്ങളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ഫീസ് അടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിശ്ചിത തീയതി PRO പറയും. ഒരു നിശ്ചിത തീയതി പറയും. ആ തീയതി വെച്ചിട്ടാണ് നിങ്ങൾ ഫീസ് അടക്കേണ്ടത്. ആ തീയതിക്ക് മുമ്പായിട്ട് ഒരു തവണ വിളിക്കും, ഒരു തവണ മെസ്സേജ് ചെയ്യും. അതല്ലാതെ നിങ്ങളെ ശല്യപ്പെടുത്തുകയില്ല. പക്ഷെ നിശ്ചിത തീയതിയിലും നിശ്ചയമായും നിങ്ങൾ ഫീസ് അടച്ചിട്ടുണ്ടാകണം. നമ്മൾ നാമമാത്രമായിട്ടുള്ള ഒരു ലാഭം മാത്രമാണ് എടുക്കുന്നത്. അപ്പോ ഫീസ് നിങ്ങൾ കൃത്യമായി അടച്ചില്ല എങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ വരും. നമ്മുടെ ദൈനംദിന ചെലവുകൾ നടത്തിക്കൊണ്ട് പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ വരും. അപ്പൊ എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, എല്ലാവരും കൃത്യമായിട്ട് ഫീസ് അടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടാകാം. ഈ ഏതെങ്കിലും ഒരു മാസം നിങ്ങൾക്ക് ഫീസ് അടക്കാൻ പറ്റിയില്ല എന്ന് വിചാരിക്കും. മനുഷ്യരല്ലേ നമ്മളെല്ലാവരും. വ്യത്യസ്തങ്ങളായ അപ്രതീക്ഷിതമായിട്ടുള്ള സാഹചര്യങ്ങളോട് ഫീസ് അടക്കാൻ പറ്റിയില്ലെങ്കിൽ അതും ഒന്ന് വിളിച്ചു പറയുക. സാറേ, എനിക്ക് ഈ മാസം 10-ാം തീയതി ഫീസ് അടക്കാൻ പറ്റൂല, അടുത്ത മാസം 10-ാം തീയതി ഫീസ് അടക്കാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് മനസ്സിലാകും. നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിനോടൊപ്പം കൂടെ പിടിച്ച് നിൽക്കാനായിട്ട് ഞങ്ങൾ ഉണ്ടാകുന്നത്. കോൾ എടുക്കാതിരിക്കുകയോ മെസ്സേജുകൾക്ക് റിപ്ലൈ ചെയ്യാതിരിക്കുകയോ ചെയ്യരുത്. കൃത്യമായിട്ട് നിങ്ങൾ തുറന്ന് പറഞ്ഞാൽ മതി, സാർ ഇന്ന പോലൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ഇതാണ് ഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ള കാര്യം. അടുത്ത ഭാഗം ഇന്ത്യൻഷിപ്പിന്റെ ഭാഗമാണ്. നിങ്ങൾക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനകത്ത് ഇന്റേൺഷിപ്പ് എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല. നിർബന്ധമില്ല വെച്ചാൽ ഈ കോഴ്സിനൊപ്പം മാൻഡേറ്ററി അല്ല. ഈ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യണമെന്നില്ല. പക്ഷെ നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്നതാണ് ഉചിതം. കാരണം നിങ്ങൾ പ്രാക്ടിക്കലി ഒരു വർക്ക് ചെയ്തിട്ടില്ലല്ലോ. ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. എന്താ കാരണം? ഹോസ്പിറ്റലുകളിൽ ഇന്റേൺഷിപ്പ് കിട്ടാൻ ഭയങ്കര എളുപ്പമാണ്. എന്തായിരിക്കും കാരണം? ആരെങ്കിലും ഒരാളെ പറയാം. കമോ, ഇന്റേൺഷിപ്പ് ചെയ്ത എക്സ്പീരിയൻസ് കൂടും. ഇന്റേൺഷിപ്പ് ചെയ്താൽ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടും. നമ്മൾ അതോടുകൂടി ഫ്രഷർ അല്ലാതായി മാറും. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും. ഒരു പക്ഷെ ഇന്റേൺഷിപ്പ് ചെയ്ത സ്ഥലത്ത് തന്നെ നമുക്ക് ജോലിയും കിട്ടാം. നമ്മുടെ ഒരു വർക്ക് സ്റ്റൈലും നമ്മുടെ ഒരു ഡെഡിക്കേഷനും നമ്മുടെ ഒരു പങ്ക്ച്വാലിറ്റിയും ഒക്കെ കണ്ടിട്ട് ഇന്റേൺഷിപ്പ് നമുക്ക് ഇന്ത്യയിൽ തന്നെ ചെയ്യേണ്ടി വരുമല്ലേ? ഇന്ത്യയിൽ തന്നെ ചെയ്യേണ്ടത്. അപ്പോ ഇന്റേൺഷിപ്പ് നമ്മൾ കൊള്ളാം, ഈ കുട്ടി കൊള്ളാം എന്ന് അവരുടെ മാനേജ്മെന്റിനോ എംപ്ലോയർക്ക് തോന്നിയിട്ട് അവിടെ തന്നെ എടുത്ത് വെക്കാൻ സാധ്യതയുണ്ടെന്ന്. അപ്പൊ നിങ്ങൾ വിചാരിക്കാം, സാറേ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിന് അടുത്ത ആഴ്ചയിൽ അവിടെ നിന്ന് ഒളിച്ചറിയുന്നതാണ്. അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ വർക്ക് സ്റ്റൈൽ കൊണ്ട്, ഡെഡിക്കേഷൻ കൊണ്ട്, പങ്ക്ച്വാലിറ്റി കൊണ്ടൊക്കെ ആ മാനേജ്മെന്റിന്, ആ എംപ്ലോയർക്ക് ഗുണമുണ്ടാക്കാൻ വേണ്ടി, അവര് ഒരു മതിപ്പുണ്ടാക്കാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു വേക്കൻസിയിൽ തീർച്ചയായിട്ടും ആദ്യം വിളിക്കുക നിങ്ങളെ ആയിരിക്കും. ഒരു എംപ്ലോയിയെ വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഒന്ന് പറഞ്ഞത്? ഒരു ഹോസ്പിറ്റലില് ഒരു ജോലിക്കാരിനെ അവര് വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പറയേ? കമോൺ. ഹോസ്പിറ്റലിന്റെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പോകണം. അതെ, നല്ല രീതിയിൽ. ഹോസ്പിറ്റൽ എന്ന് പറയുന്ന അവർ ലക്ഷ്യം വെച്ചിട്ടുള്ള അവരുടെ ബിസിനസ്, ആ ബിസിനസ്സിനകത്തുള്ള ജോലികൾ, ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ജോലിക്കാരിനെ വെക്കുന്നത്. ആണോ അല്ലയോ?
യെസ് ഓർ നോ? യെസ് യെസ്. ആ ഒരു കാര്യം കൃത്യമായി ഉത്തരം വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ആളെ അവര് നോക്കുള്ളൂ, ആണോ അല്ലയോ? അതെ. അതെ, ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ആളെ നോക്കാനാണ് ആ മാനേജ്മെന്റ് ശ്രദ്ധിക്കുക, എന്ത് റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിലും. ഓക്കെ, ഇനി ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് വരാം. പ്ലേസ്മെന്റ്, ഓക്കെ, അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. നിങ്ങള് 2 പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളോട് ഇവിടെ നിന്ന് നമ്മുടെ PROമാരെ വിളിച്ചപ്പോഴേ നമ്മുടെ PROമാരെ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഏതായിരുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് 100% പ്ലേസ്മെന്റ് എന്നാണോ പറഞ്ഞത്? 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്നാണോ പറഞ്ഞത്? ഓർക്കുന്നത്? അസിസ്റ്റൻസ് ആണ്. പ്ലേസ്മെന്റ് അസിസ്റ്റന്റ്. 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. എന്താണ് അത് തമ്മിലുള്ള ഡിഫറൻസ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 100% പ്ലേസ്മെന്റ് ആൻഡ് 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്? നിങ്ങൾക്ക് തോന്നുന്ന കാര്യം പറഞ്ഞു. പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇന്ന ഹോസ്പിറ്റലില് 100% നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെന്ന് ജോലി കയറാം. പ്ലേസ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് മേടിച്ചു തരും അല്ലെ? 100% പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് ജോലി മേടിച്ചു തരും, അവിടെ പഠിച്ചാൽ മതി. പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടെയാണോ പ്ലേസ്മെന്റിന് ചാൻസ് ഉള്ളത് അവിടെ നിങ്ങൾ അത് ഇൻഫോം ചെയ്യും. ചാൻസ് ഉണ്ട്, സഹായങ്ങൾ ചെയ്തു തരും അല്ലേ? ഇപ്പൊ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു പച്ചക്കറി കച്ചവടത്തിലേക്കാണ്. എന്റെ വീടിനടുത്ത് 2 കടകളുണ്ട്. ഒന്ന് ശങ്കരൻ ചേട്ടന്റെ കടയാണ്, 2 മിനിച്ചേച്ചിയുടെ കടയാണ്. ശങ്കരൻ ചേട്ടന്റെ കടയിൽ ഒരു ദിവസം, ഒരു ചൊവ്വാഴ്ച രാവിലെ, ഞങ്ങളിവിടെയൊക്കെ ചന്ത ദിവസം ചൊവ്വാഴ്ചയാണ്, പടമൂർ ചന്ത. ചന്ത ദിവസം രാവിലെ ഒരു ബോർഡ് പ്രത്യക്ഷപ്പെടുകയാണ്. അനു മ്യൂട്ട് ചെയ്ത്. എന്താന്ന് വെച്ചാല് അപ്പോ ഒരു ചന്ത ദിവസം രാവിലെ ഒരു ബോർഡ് പ്രത്യക്ഷപ്പെടുകയാണ്. ആ ബോർഡ് പ്രകാരമാണ് 1 കിലോ ബീറ്റ്റൂട്ട് വാങ്ങിയാൽ 1 കിലോ ക്യാരറ്റ് ഫ്രീ. 1 കിലോ ബീറ്റ്റൂട്ടിന് 100 രൂപ വില. 1 കിലോ ബീറ്റ്റൂട്ടിന് 100 രൂപ വില. 1 കിലോ ബീറ്റ്റൂട്ട് വാങ്ങിയാൽ 1 കിലോ ക്യാരറ്റ് ഫ്രീ. ഇതാണ് പിന്നെ എന്ത് വന്നത്, പരസ്യം വന്നത്. ഒരു ബോർഡ് എഴുതി വെച്ചാണ്. തൊട്ടപ്പുറത്ത് മിനിച്ചേച്ചിയുടെ കട. അവിടെ 1 കിലോ ബീറ്റ്റൂട്ടിന് 50 രൂപ, 1 കിലോ ക്യാരറ്റിന് 50 രൂപ. ശങ്കരൻ ചേട്ടന്റെ കടയിൽ 1 കിലോ ബീറ്റ്റൂട്ട് വാങ്ങിയാൽ 1 കിലോ ക്യാരറ്റ് ഫ്രീ ആണ്. ബീറ്റ്റൂട്ടിന് 100 രൂപയാണ് വില. അല്ലെങ്കിൽ 1 കിലോ ക്യാരറ്റ് വാങ്ങിയാൽ 1 കിലോ ബീറ്റ്റൂട്ട് ഫ്രീ ആണ്, 100 രൂപയാണ് വില. മിനിച്ചേച്ചിയുടെ കടയിൽ 1 കിലോ ക്യാരറ്റിന് 50 രൂപ, 1 കിലോ ബീറ്റ്റൂട്ടിന് 50 രൂപ. രണ്ടും ഒന്ന് തന്നെയാണ്. പറഞ്ഞു, വില ഒന്ന് തന്നെയാണ്. വില ഒന്ന് തന്നെയാണ്. അതാണ് വില ഒന്ന് തന്നെയാണ്. പക്ഷെ പറയുന്ന രീതിയിൽ ഒരു പ്രശ്നമുണ്ട് അല്ലേ? അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അത് ഒരു വിപണന തന്ത്രമാണ്. 100% പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ ഒരു പരസ്യം ചെയ്യുന്നു. സാധാരണക്കാരായിട്ടുള്ള നമ്മെ പോലുള്ള ആളുകൾ ഇതിൽ ധരിക്കുന്നത് എന്താ? 100% പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു കഴിഞ്ഞാൽ ജോലി ആരും മേടിച്ചു തരും, ആ ഇൻസ്റ്റിറ്റ്യൂട്ട് മേടിച്ചു തരും. പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്, ടി വിയിലൊക്കെ പരസ്യമുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. ഹലോ, ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ? അപ്പൊ അവിടെ നിന്ന് അതേ ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. അവിടെ നിന്ന് ഡീറ്റെയിൽസ് പറയും. 6 മാസത്തെ കോഴ്സാണ്, 80,000 രൂപയാണ് ഫീസ്. ഇപ്പൊ ഒരു 10,000 രൂപ അടച്ച് സീറ്റ് ബുക്ക് ചെയ്തോളൂ. 100% പ്ലേസ്മെന്റ്. ഉടൻ തന്നെ കാതിൽ കിടന്ന കമ്പനി കൊണ്ടുവന്ന് പണയം വെച്ച് ആദ്യത്തെ 10,000 രൂപ അടച്ചു. 100% പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് എന്ന് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഈ വിദ്യാർത്ഥിയോട് പറയുമ്പോൾ ആ വിദ്യാർത്ഥിയെ കുറിച്ച് അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? ആ വിദ്യാർത്ഥിയുടെ പേരറിയാം, ആ വിദ്യാർത്ഥിയെ കുറിച്ച ഫോൺ നമ്പർ അറിയാം. ഇതല്ലാതെ ആ പെൺകോച്ചിന്റെ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ അക്കാദമിക് മികവ് എന്താണെന്ന് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അറിയില്ല. പെർഫോമൻസ് ലെവൽ എന്താണെന്ന് അറിയില്ല. IQ ലെവൽ എന്താണെന്ന് അറിയില്ല. ഇതൊന്നും അറിയില്ലാത്ത ഒരു വിദ്യാർത്ഥിയോട് വളരെ ബ്ലൈൻഡ് ആയി ഫ്രോഡലന്റ് ആയിട്ടുള്ള ഒരു ഓഫർ പറയാം, 100% പ്ലേസ്മെന്റ്. ഈ ഇതിനെ കുറിച്ച് ഒന്നും അറിയൂല. ചേരാൻ പോണ വിദ്യാർത്ഥി എങ്ങനെയുള്ള ആളാണ്? പഠിക്കാൻ പറ്റുന്ന ആളാണോ? കപ്പാസിറ്റി ഉള്ള ആളാണോ? നന്നായി ഇടപെടുന്ന ആളാണോ? IQ ലെവലുള്ള ആളാണോ? നന്നായി പെർഫോം ചെയ്യുന്ന ആളാണോ? ഇതൊന്നും അറിയൂല.
ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാളോട് 100% പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു ചതിക്കുഴിയാണ്, അതൊരു ഫ്രോഡലന്റ് ആണ്. പക്ഷെ അവര് 100% പ്ലേസ്മെന്റ് എന്ന് പറയുന്നതും നമ്മൾ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആണ്, പ്ലേസ്മെന്റ് അല്ല. പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ജോലി മേടിച്ചു കൊടുക്കണ ചെയ്യേണ്ടത്. അവര് ചെയ്യുന്നത് ഇത് തന്നെയാണ്. പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഹോസ്പിറ്റലുകളിലെ പ്ലേസ്മെന്റ് സെല്ലിൽ ഇരുന്നിട്ട് ഹോസ്പിറ്റലുകളിലെ വേക്കൻസീസ് എടുക്കും, ആ ഇന്റർവ്യൂ ഡേറ്റ് എടുക്കും. ആ ഇന്റർവ്യൂ ഡേറ്റ് എടുത്തിട്ട് ആ ഇന്റർവ്യൂ ഇവർക്ക് ഇട്ട് കൊടുക്കും. നിങ്ങൾ പോയി ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യണം. അവര് കൂടെ വരൂലാണ്. 100% പ്ലേസ്മെന്റ് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആരും നിങ്ങളോടൊപ്പം വരൂല. അവര് വന്നാലും ഈ ഇന്റർവ്യൂ നടക്കുന്ന റൂമിന്റെ ഡോർ സ്റ്റെപ്പ് വരെ മാത്രമാണ് അവർക്ക് പ്രവേശനം ഉണ്ടാവുള്ളൂ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പോണ വിദ്യാർത്ഥികളൊപ്പം ഞങ്ങൾ വന്നാലും അവിടെ വരെ പ്രവേശനം ഉണ്ടാവുള്ളൂ. ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നേ ഒറ്റയ്ക്ക് കടന്നേലേണ്ടത് നിങ്ങളാണ്. കസേരയിലേക്ക് കടന്നു ചെന്നിരിക്കേണ്ടത് നിങ്ങളാണ്. അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച് തുടങ്ങേണ്ടത് നിങ്ങളാണ്. ഈ ഫയൽ എടുത്ത് മുന്നിലേക്ക് വെച്ച് അവർക്ക് ഇട്ട് കൊടുക്കേണ്ടത് നിങ്ങളാണ്. ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് നിങ്ങളാണ്. ഇന്റർവ്യൂ സെഷൻ അവസാനിപ്പിച്ച് തിരിച്ചിറങ്ങേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ ഒറ്റക്കാണ്. അപ്പോ നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ഗ്രൂമിങ്ങിന്റെ ഒരു ക്ലാസ്, ഇത്ര നാള് പഠനമൊക്കെ ആയിട്ടൊരു ബന്ധുവില്ലാത്ത ഒരുപാട് പേരുണ്ടാവും ഇല്ലേ? കോളേജിൽ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. പൂത്തുമ്പികളെ പോലെ പാറി നടന്നിട്ടുണ്ട് ഇല്ലേ? ഒരുപാട് പാറി നടന്നിട്ടുണ്ട്. എന്തൊക്കെ കിനാവുകളായിരുന്നു. മറ്റേ പാട്ടൊക്കെ പാടിക്കൊണ്ട് ഒരു മധുരക്കിനാവിൽ ലഹരിയിലെങ്ങോ ആ പാട്ടൊക്കെ പാടിക്കൊണ്ട് ഇങ്ങനെ നടക്കിയിരുന്നു. കല്യാണം കഴിഞ്ഞതോട് കൂടിയിട്ട് എന്താ ഉണ്ടായേ? ആ വീട്ടമ്മയുടെ 2 ചിറകുകളും കട്ടായിപ്പോയി. എല്ലാ സ്വപ്നവും അതോട് കൂടിയിട്ടുണ്ട്. എന്താ കാരണം? പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഉത്തരവാദിത്തങ്ങളുടെ വലിയ ഒരു ചുവരുകൾക്കകത്തേക്ക് നമ്മൾ പെട്ടെന്ന് അടച്ചിടപ്പെടുന്ന ചില സാഹചര്യം. എല്ലാവരെയും കാര്യമില്ല, ഒരുപാട് പേരുടെ കാര്യം ഞാൻ പറയും. നമ്മുടെ ക്ലാസ്സിനകത്ത് ചേരുന്നതിൽ 98% പേരും വനിതകളാണ്. അപ്പൊ അവരുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നവര് സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് കല്യാണം കഴിച്ചു പോയിട്ടുണ്ട്. ജീവിതത്തിൽ ഒരു ജോലി വേണമെന്ന് സ്വന്തമായി വരുമാനം ഉണ്ടാക്കി നട്ടെല്ല് നിവർത്തിപ്പിടിച്ച് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. കല്യാണം കഴിച്ചു പോയി അവിടെ ചെന്നപ്പോൾ അച്ഛന് പാടില്ല, ഭർത്താവിന് അച്ഛന് പാടില്ല, അതായത് അമ്മക്ക് പാടില്ല. ഫസ്റ്റത്തെ ക്യാരിയിങ്, സെക്കൻഡ് ക്യാരിയിങ്. അപ്പോഴേക്കും ജീവിതത്തിന്റെ ഒരു ഭാഗം കഴിഞ്ഞു. നന്നായി പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികള് ഇറച്ചി ഞായറാഴ്ച ബീഫ് മേടിക്കൂല വീട്ടില്. ബീഫ് മേടിച്ചിട്ട് ബീഫ് വേവിക്കുമ്പോൾ ബീഫിന്റെ വെന്ത മണത്തോടൊപ്പം ആ വീട്ടമ്മമാരുടെ സ്വപ്നങ്ങൾ വെന്ത മണം കൂടിയാണ് ജനലിൽ കൂടി പുറത്തേക്ക് പോകുന്നത്. വീട്ടുകാരോട് ചോദിച്ചാലോ, ഓൾക്ക് എന്താ പണി? ഓൾക്കൊരു പണിയില്ല. ചേട്ടൻ എന്ത് ചെയ്യുന്നു? ചേട്ടൻ വണ്ടി ഓടിക്കണം. മക്കളോട് ചോദിച്ചോ, അച്ഛൻ എന്ത് ചെയ്യാണ്? ഓ വാപ്പച്ചി വണ്ടി ഓടിക്കുകയാണ്. ഉമ്മച്ചിക്ക് ഒരു പണിയില്ല. ഉമ്മച്ചിയാണ് വെളുപ്പിന് നീക്കുന്നത്, ഉമ്മച്ചിയാണ് പാത്രം കഴുകുന്നത്, ഉമ്മച്ചിയാണ് മിറ്റൊടിക്കുന്നത്, ഉമ്മച്ചിയാണ് ഈ വീടിനകം ക്ലീൻ ചെയ്യുന്നത്, തുടക്കുന്നത്, പാചകം വെക്കുന്നത്, പാചകത്തിന് വേണ്ട സാധനങ്ങൾ തയ്യാറാക്കുന്നത്. റേഷൻ കടയിൽ പോണ ഉമ്മിച്ച്, പ്രോഗ്രസ് കാർഡ് ഉപ്പിടാൻ പോണ ഉമ്മിച്ച്, സഹകരണ ബാങ്കിൽ വായ്പക്ക് വേണ്ടി അപേക്ഷ മേടിക്കാൻ പോണ ഉമ്മിച്ച്, കുടുംബശ്രീ പോണ ഉമ്മിച്ച്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആരാണ്? ഉമ്മിച്ചിയാണ്. ഉമ്മിച്ചിക്ക് ഒരു പണിയിലാണ്. രാവിലെ മുതൽ രാത്രി വരെ പണിയെടുത്തിട്ടും പണി തീരൂലാന്ന്, നടുന്ന് ഇവരൂല. അങ്ങനെയുള്ള വീട്ടമ്മമാരുള്ള സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. മനസ്സിലായി? അവരാണ് ഈ കോഴ്സിനകത്ത് പഠിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. പഠിക്കാൻ പറ്റുമോ എന്ന് തന്നെ ആശങ്ക ഉണ്ടാവും കുറെ പേർ. ഇത്തതാണ് ബ്രേക്ക് എടുത്തിട്ട് കടന്നു വരുമ്പോൾ, പടച്ചോനെ എനിക്കിത് പഠിച്ച് കയറാനായി പറ്റുമോ എന്റെ ഗുരുവായൂരപ്പ എന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാവുന്നു. മനസ്സിലായി? അപ്പൊ അങ്ങനെ ആശങ്കപ്പെട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഒരാശങ്കയും വേണ്ട. നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ആശങ്കകളും പരിഹരിക്കാൻ, നിങ്ങൾക്ക് പഠിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ ഒന്നിലെ എന്നോട് തുറന്നു പറയുക, അല്ലെങ്കിൽ ടീച്ചർമാരോട് തുറന്നു പറയുക. ഓക്കെ? ഏതെങ്കിലും തരത്തിലുള്ള ആത്മവിശ്വാസ കുറവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കോഴ്സുമായി ബന്ധപ്പെട്ടുള്ളതേ അല്ല, വിട്ടേക്ക്. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിനകത്ത് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിങ്ങൾ ഒരല്പം പതറി നിൽക്കുന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ നിങ്ങൾ വിളിച്ചോ. സ്മാർട്ട് സ്റ്റഡി ഒരു മോട്ടിവേഷൻ ടീമുണ്ട്. ആ മോട്ടിവേഷൻ ടീം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തന്നിട്ടുണ്ട്. നിങ്ങളൊരു ദുരന്തത്തിന്റെ പെരുമഴയിൽ നനഞ്ഞൊലിച്ചു നിൽക്കാൻ അവിടെ സമാശ്വാസത്തിന്റെ കുട പിടിച്ച് നിങ്ങളെ കൂടെ ചേർത്ത് പിടിക്കാനായിട്ട് ഞങ്ങൾ ഉണ്ടാകും. എല്ലാ കാലത്തും ഉണ്ടാവും. അത് ഈ കോഴ്സ് കഴിഞ്ഞു പോയാലും ഇല്ലെങ്കിലും നമ്മൾ ഉണ്ടാവും നിങ്ങളോടൊപ്പം. ഓക്കെ? ഇന്റർവ്യൂ സെഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂ ഗ്രൂമിംഗ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്റർവ്യൂ ഗ്രൂമിന്റെ ക്ലാസ് ഉണ്ട്.
ഇന്റർവ്യൂവിൽ എങ്ങനെയാണ് പങ്കെടുക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തരുന്നത്. എങ്ങനെയാണ് ഡ്രസ് കോഡ് എന്തായിരിക്കണം, നിങ്ങൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കേണ്ടത് എങ്ങനെയായിരിക്കണം. ചില കാര്യങ്ങൾ കണ്ടിട്ടില്ലേ, സംസാരിക്കുമ്പോൾ മുഖത്തോട് മുഖം നോക്കൂല, ഐ കോണ്ടാക്ട് ഉണ്ടാവൂല. ഇന്റർവ്യൂവിൽ അതൊന്നും പാടില്ല. അതൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ പഠിപ്പിച്ചു തരും. ഈ ആ മേഖലയിൽ വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഷാരൻ സാറ് പിന്നെ യൂണിവേഴ്സിറ്റിയിലത്തെ ഒരു ജീവനക്കാരൻ കൂടിയാണ്. ആ സാറാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്റർവ്യൂ ഗ്രൂമിങ്ങിന്റെ ക്ലാസ്സുകൾ നയിക്കുന്നത്. അത് കോഴ്സ് കഴിഞ്ഞ് കോൺവെക്കേഷൻ ഒക്കെ കഴിയുന്ന സമയത്താണ് കേട്ടോ. അടുത്ത കാര്യം പറയാനുള്ളത് കോൺവെക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. സാറേ, എനിക്കിടയ്ക്ക് ചില കോളുകൾ വരും. സാറേ, ഞാൻ കല്യാണം കഴിച്ചു വന്ന അന്ന് തുടങ്ങി എന്റെ അമ്മായിയമ്മ പറയുന്നതാണ് ഇവിടെ കൊണ്ട് എന്തിനു കൊള്ളാം. ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും സാറേ എനിക്ക് വിജയിച്ചതായിട്ട് അവരെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഓക്കെ, കോൺവെക്കേഷൻ ഡേ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ വിജയത്തെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു ദിവസമായിരിക്കും. കഷ്ടപ്പെട്ട് നിങ്ങൾ പഠിച്ചതിന്റെ, നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള വിജയം, ആ വിജയത്തിന്റെ വിജയകിരീടം അണിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളോടൊപ്പം, സുഹൃത്തുക്കളോടൊപ്പം, വീട്ടുകാരോടൊപ്പം ഒരു വലിയ വേദിക്കകത്ത് നിന്ന് കോൺവെക്കേഷൻ യൂണിഫോം ഒക്കെ ഇട്ടു വന്നിട്ട് വളരെ ശബ്ദമുഖരിതമായ കരഘോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു സദസ്സിൽ വെച്ചിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റും മെഡലും ഷീൽഡും ട്രോഫിയും ഒക്കെ ഏറ്റുവാങ്ങാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ ഒരു സാധനം ഉണ്ട് കോഴ്സൊക്കെ കഴിയുന്ന സമയത്ത്. ഇന്നോട് അത് സ്വപ്നം കണ്ടോട്ടാ. ഉള്ളില് നിങ്ങൾ കണ്ടോളൂ. വീട്ടമ്മയായിട്ടുള്ള നിങ്ങളെ, ഇന്നലെ വരൊന്നുമല്ലാതെ ഇരുന്ന നിങ്ങള് നാളെ വിജയകിരീടം അണിഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ടെൻസിങ്ങും ഹിലാരിയും കൊടിയുയർത്തിപ്പിടിച്ച് എവറസ്റ്റ് കൊടുമുടിയുടെ ഉത്തുംഗതയിൽ നിന്നുകൊണ്ട് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഇതാ ഞങ്ങളുടെ നിശ്ചയദാർഢ്യം, ഞങ്ങളുടെ ആത്മവിശ്വാസം വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ വിജയത്തിളക്കം കണ്ണിലണിഞ്ഞുകൊണ്ട്, നട്ടലിൽ നിവർത്തിപ്പിടിച്ചുകൊണ്ട്, അഭിമാനം തുടിക്കുന്ന കണ്ണുകളോടുകൂടി നിങ്ങളുടെ വീട്ടുകാരോടൊപ്പം വന്നുകൊണ്ട് ആ വേദിയിൽ വന്ന് നിങ്ങൾക്ക് ആ കോൺവെക്കേഷൻ സെറിമണിയിൽ വന്ന് നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങാം. അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം കൂടി നമ്മൾ ഒരുക്കി തരുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നോൺ അക്കാദമിക് ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ഇനി നിങ്ങൾ ഓരോരുത്തരുടെയും സംശയങ്ങൾ ചോദിക്കാം. എല്ലാ സംശയങ്ങൾക്കും മറുപടി പറഞ്ഞിട്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോ ഓരോരുത്തർക്കായിട്ട് സംശയം ചോദിക്കാം. ഒരൊറ്റ സെക്കൻഡ് ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ, ഒരു മിനിറ്റ് ഇപ്പൊ തന്നെ തിരിച്ചു. ശരി, തുടങ്ങാം നമുക്ക്. അപ്പോ സംശയങ്ങളാണ്. സംശയങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു കഥ കൂടി. ആ കഥയിൽ നിന്ന് നമുക്ക് സംശയത്തിലേക്ക് പോകാം. ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന വലിയൊരു പാടം. ആ പാടത്തിന്റെ നടുക്ക് ചെറിയൊരു കുടിലുണ്ട്. സൂര്യകിരണങ്ങൾ എത്തി ആ നെൽപ്പാടത്ത് വിളഞ്ഞു നിൽക്കുന്ന നെൽക്കതിരുകളില് സൂര്യന്റെ സ്വർണ്ണരശ്മികളേറ്റ് സ്വർണം പോലെ ആ നെൽക്കതിരുകൾ തിളങ്ങി നിൽക്കാം. ആ പാടത്തിന്റെ നടുക്ക് കൂടി ഒരു ഒറ്റയടി പാതയുണ്ട്. വൈകുന്നേരം 6 മണിയായപ്പോൾ ആ ഒറ്റയടി പാതയിലൂടെ ഒരു വൃദ്ധൻ നടന്നു വരുന്നത് നിങ്ങൾ കാണുകയാണ്. നിങ്ങൾ കാണുകയുണ്ട്. ഇപ്പൊ ഉള്ളിൽ കണ്ടോളണം, വൃദ്ധൻ നടന്നു വരാണ്. 92 വയസ്സുണ്ട് ആ മുത്തച്ഛന്. 92 വയസ്സുള്ള ഒരു മുത്തച്ഛൻ. വെള്ളി നിറത്തിലുള്ള അപ്പുപ്പൻ താടി പോലെയുള്ള നീണ്ട താടിയും നീണ്ട മുടികളും ഒക്കെ ഉള്ള ഒരു അപ്പുപ്പൻ. ആ മുത്തച്ഛന്റെ തോളില് ഒരു തൂമ്പയുണ്ട്. പാടത്തെ പണി കഴിഞ്ഞുള്ള വരവാണ്. മുത്തച്ഛൻ വന്നു, നേരെ മുറ്റത്തേക്ക് കടന്നു വന്നു.
ആ കുടിലിന്റെ മുന്നിട്ടിരുന്ന ആ ബെഞ്ചിലിരുന്നു കഴിഞ്ഞപ്പോൾ 35 വയസ്സുള്ള അദ്ദേഹത്തിന്റെ പേരമകൾ അകത്തു നിന്ന് പുറത്തേക്ക് വന്നു. മുത്തച്ഛൻ ഒരു ചായ കൊടുത്തു. മുത്തച്ഛൻ ചായ കുടിച്ചുകൊണ്ടിരുന്നു. കുറച്ചു നേരം ഒരു വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും 7-7:30 മണിയായി സമയം. ആകാശത്ത് നിറയെ നക്ഷത്രങ്ങൾ പൂത്തുറഞ്ഞു നിൽക്കുന്നു. 1000 കാന്താരി പൂത്തുറഞ്ഞതുപോലെ 1000 നക്ഷത്രങ്ങൾ ഇങ്ങനെ പൂത്തുറഞ്ഞു നിൽക്കുകയാണ്. അപ്പോ പേരമകൾ ചോദിച്ചു, മുത്തച്ഛ, നമുക്ക് ഇന്നലെ കളിച്ച കളിയുടെ ബാക്കി ഇന്ന് കളിച്ചാലോ? ശരി, നമുക്ക് തുടങ്ങാമെന്ന് മുത്തച്ഛൻ മറുപടി പറഞ്ഞു. ഇന്നലെ കളിച്ച കളി ആകാശത്തുള്ള നക്ഷത്രങ്ങളെ എണ്ണുക എന്നുള്ളതായിരുന്നു. വെള്ളി നിറത്തിലുള്ള, പച്ച നിറത്തിലുള്ള, ചുവന്ന നിറത്തിലുള്ള നക്ഷത്രങ്ങൾ. ചില നക്ഷത്രങ്ങൾക്ക് വെള്ളി നിറമാണ്, ചില നക്ഷത്രങ്ങൾക്ക് മഞ്ഞ നിറമാണ്. ചില നക്ഷത്രങ്ങൾ ഇപ്പോൾ കെട്ടുപോകുമോ എന്ന് ആശങ്കപ്പെടും വിധം അത്രയും മഞ്ഞ് നിൽക്കും. ചില നക്ഷത്രങ്ങൾ അതിനേക്കാളും അപ്പുറത്ത് അഭൗമ തേജസ്സോട് കൂടി തിളങ്ങി നിൽക്കും. മുത്തച്ഛനും 92 വയസ്സുള്ള മുത്തച്ഛനും 35 വയസ്സുള്ള ഈ പേരമകളും കൂടി നക്ഷത്രങ്ങളെ എണ്ണി തുടങ്ങി. മുത്തച്ഛൻ 700 നക്ഷത്രങ്ങളെ എണ്ണി. 700 700 നക്ഷത്രങ്ങളെ എണ്ണി. പേരമകൾ 300 നക്ഷത്രങ്ങളെ എണ്ണി. 300 300 300 നക്ഷത്രങ്ങളെ എണ്ണി. ഓക്കെ, എല്ലാവരും കേട്ടല്ലോ? കേട്ടില്ലേ? കേട്ടോ? കേട്ടുന്നില്ല? ഓക്കെ, കേട്ടുവെങ്കിൽ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ള അക്കങ്ങൾ, ഞാൻ കുറെ നമ്പറുകൾ പറഞ്ഞല്ലോ, ആ നമ്പറുകൾ യഥാക്രമം ഒന്ന് പറയാം. മുത്തച്ഛൻ എണ്ണിയത് 700, പേരമകൾ എണ്ണിയത് 300. അയ്യോ, അല്ല, അതിനു മുമ്പ് ഞാൻ 1000 കാന്താരി, 1000ന്റെ നമ്പർ. അയ്യോ, 1000 കാന്താരി മാറ്റി വന്നേക്കാം. 1000 കാന്താരി ഒരു പ്രാസത്തിൽ കയറി വന്നത്. 1000 മാറ്റി 92, 35, പിന്നെ 600, 92, 35, 700, 300. അതാണ് 200, 300. 500 എന്ന് പറഞ്ഞല്ലോ. ഓക്കെ, കമന്റ് ബോക്സ് എല്ലാവരും ഒന്ന് നോക്കിയേ. 92, 35, 700, 300 എന്റെ ഫോൺ നമ്പറാണ്. ഓക്കെ, അപ്പോ ഇപ്പൊ നിങ്ങളുടെ ഓർമ്മയിൽ പറഞ്ഞിട്ടുണ്ടാവും, ഈ നമ്പർ ഓർമ്മയിൽ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഓർമ്മയിൽ നിന്ന് നിങ്ങളത് മാറ്റി കളഞ്ഞേക്ക്. കാരണം ഓർമ്മയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. ഓർമ്മയിൽ ഈ സാധനം ജീവിതകാലം മുഴുവൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഓർമ്മയിൽ കൃത്യമായ ഇടവേളകളിൽ അത് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം മറക്കും. എങ്കിലും ഈ കഥ നിങ്ങൾ മറക്കുകയില്ല. എന്തായാലും ഈ നമ്പർ നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെച്ചേക്കുക എല്ലാവരും. കാരണം നമ്മളിവിടെ നിന്നുള്ള പല അറിയിപ്പുകളും ഈ നമ്പറിൽ നിന്നുള്ള ബ്രോഡ്കാസ്റ്റ് മെസ്സേജസ് ആയിരിക്കും. എന്റെ നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് പിന്നെ ബ്രോഡ്കാസ്റ്റ് മെസ്സേജസ് ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും നമ്പർ സേവ് ചെയ്യും ഈ നമ്പറിൽ. ഓക്കെ, എന്റെ പേര് ജയദേവ് എന്നാണ് കേട്ടോ. രണ്ടും ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സംശയങ്ങൾ തുടങ്ങാം. ചോദ്യം 1. കമോൺ, സംശയമില്ലേ? സർ, ഇന്റേൺഷിപ്പ് ഇന്ത്യയിൽ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അടുത്ത നിയറസ്റ്റ് സെന്റർ ചൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുമോ, അതോ നമുക്ക് കിട്ടുന്ന സ്ഥലത്ത് പോയി ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടി വരും? ഇന്റേൺഷിപ്പ് നിങ്ങൾ ഓരോരുത്തരും താമസിക്കുന്നത് എവിടെയാണോ നിങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലത്താണ് നിങ്ങൾ ഇന്റേൺഷിപ്പ് കണ്ടെത്തേണ്ടത്. ഓക്കെ, ഇന്റേൺഷിപ്പിന്റെ കാര്യങ്ങൾ നമുക്ക് കുറെ ഇവിടുന്ന് നമ്മളെ പ്ലേസ്മെന്റ്സ് എല്ലാം ഇട്ട് തരും. പക്ഷെ നമ്മൾ എല്ലാ ജില്ലകളിലെയും ഇട്ട് തരും. ട്രിവാൻഡ്രം ടു കാസർഗോഡ് ഇട്ട് തരും. എല്ലാ ജില്ലകളിലെയും ഇട്ട് തരും. അപ്പൊ നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഹോസ്പിറ്റൽ ഏതാണോ അതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. എളുപ്പത്തിൽ പോക്കും വരവും കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ നല്ല ഹോസ്പിറ്റലുകൾ നോക്കി ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുണമുണ്ട്. അവിടെ തന്നെ നിങ്ങളുടെ വേക്കൻസീസ് ഭാവിയിൽ വന്നേക്കാം. അതെ, ഇപ്പൊ നമ്മളെ വീട് ഇപ്പൊ പെരിന്തൽമണ്ണൊക്കെ ആണെങ്കിൽ അവിടെ ഹോസ്പിറ്റലുകളിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ഓഫീസിൽ നിന്നുള്ള ഒരു ഓഫർ ലെറ്റർ വേണ്ടി വരും. ആ ഓഫർ ലെറ്റർ നമ്മുടെ പേയ്മെന്റ് സെക്ഷനിലുള്ള PR ഇല്ലേ, ഫീസ് കളക്ട് ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന PR, ആ PR പറഞ്ഞാൽ ആ PR ഇട്ട് തരും കേട്ടോ. അതെ, അതിന് ഇന്റേൺഷിപ്പ് ഇല്ലാതെ ഇനി സൗദിയിലോട്ട് പോവാണെങ്കിൽ ഹസ്ബൻഡ് അവിടേക്ക് കൊണ്ട് ആ സർട്ടിഫിക്കറ്റ് അവിടെ നോൺ മെഡിക്കൽ അവിടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇന്റേൺഷിപ്പ് അവിടെ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യാം.
എനിക്ക് അവിടുത്തെ വിളിച്ചപ്പോ സാഹചര്യങ്ങൾ അറിയില്ല. ഇങ്ങനെ എൻക്വയറി നടത്തപ്പോ പറഞ്ഞത് നോൺ മെഡിക്കലില് ഇന്റേൺഷിപ്പ് ചെയ്യാതെ തന്നെ നമുക്ക് അവര് പറഞ്ഞ് മനസ്സിലാക്കി തരാണ് ചെയ്യാന്ന് പറഞ്ഞു. എനിക്ക് അവിടുത്തെ സാഹചര്യങ്ങൾ എന്താണ് എനിക്ക് അറിയില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അതല്ല ടീച്ചർ ഇപ്പൊ അവിടുന്ന് കോണ്ടാക്ട് ചെയ്ത സ്മാർട്ട് സ്റ്റേന്റെ ടീച്ചർ പറഞ്ഞത് നോൺ മെഡിക്കലില് ഇന്റേൺഷിപ്പ് കുറവാണ്. അവര് ചെയ്ത് നമ്മൾ കയറി കഴിഞ്ഞിട്ട് അവര് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും സോഫ്റ്റ്വെയർ. അവര് സോഫ്റ്റ്വെയറിനെ കുറിച്ചും കണ്ട് നമുക്ക് എനിക്ക് മനസ്സിലായില്ല. ഇന്റേൺഷിപ്പിന് കയറാതെ എവിടെ കയറാനായിരുന്നു പറയുന്നത്? അതല്ല ഇന്റേൺഷിപ്പ് നോൺ മെഡിക്കലിൽ ചെയ്യണമെന്നില്ല. നമ്മൾ കയറി കഴിഞ്ഞിട്ട് അവർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരായിരിക്കും എന്നൊക്കെ പറഞ്ഞു. കയറി കഴിഞ്ഞാൽ ജോലിക്ക് കയറണം. അതെ, ആ ജോലിക്ക് കയറി കഴിഞ്ഞിട്ട് അവര് മനസ്സിലാക്കി തരും. പേരെന്താണ്? സൽവാഷിബിൻ. സൽവാഷിബിന്റെ അഡ്മിഷൻ എടുത്ത ആളാരാണ്? അഡ്മിഷൻ എടുത്ത ആള് ബിൻസി ടീച്ചർ ആണോ? ബിൻസിയാ? അതെ, സ്റ്റാഫ് നമുക്ക് 126 പേരില്ലല്ലോ. ബിൻസിയാനല്ലേ നെയിം പറഞ്ഞത്? ഒരു മിനിറ്റ് സോറി, ഞാൻ നെയിമും ഇതാക്കിയിട്ടില്ല. അങ്ങനെ ആ നമ്പർ ഇപ്പൊ തന്നെ കമന്റ് ബോക്സ് ഒന്ന് ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചെക്ക് ചെയ്തോളാം. ഏത് ഫോൺ നമ്പറാണേ കമന്റ് ബോക്സ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാ മതി, ഞാൻ കേട്ടോ. ഇന്റേൺഷിപ്പ് ചെയ്യുന്നതാണ് ഉചിതമായിട്ടുള്ള കാര്യം. ഇന്റേൺഷിപ്പ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇന്റേൺഷിപ്പ് കിട്ടുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നോൺ മെഡിക്കൽ വിഭാഗത്തിലുള്ളതല്ലേ. അപ്പൊ അതിന് ഇന്റേൺഷിപ്പ് കിട്ടും. നമ്മുടെ 10,000-കണക്കിന് വിദ്യാർത്ഥികൾ ഇന്റേൺഷിപ്പിൽ കയറിയിട്ടാണ് ജോലിക്ക് കയറുന്നത്. ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് നേരെ തന്നെ ജോലിയിലേക്ക് കയറാൻ സാധിക്കുക? അത് അപൂർവമായി കിട്ടുന്ന ഭാഗ്യമുണ്ട്. അങ്ങനെ ഭാഗ്യം കിട്ടിയിട്ടുള്ളവരൊക്കെ കിട്ടാം, ഇല്ലെന്നല്ല ഞാൻ പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയൂ. സാറേ, നമ്മപ്പേ സർട്ടിഫിക്കറ്റ് മേടിക്കുമ്പോ പുറത്തേക്ക് പോകാനുള്ള സർട്ടിഫിക്കറ്റ് നമ്മിപ്പോ മേടിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും അത് മേടിക്കാൻ പറ്റുമോ? പിന്നീട് എപ്പോഴും മേടിക്കാൻ പറ്റൂല. അതിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഷിഫാനത്ത് അല്ലെ? ഷിഫാനത്ത് അതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഷിഫാനത്തിന് സർട്ടിഫിക്കറ്റ്, മെയിൻ സർട്ടിഫിക്കറ്റ്, അതായത് RSTCA സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് ഇന്നാണെന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് 2025 ഡിസംബർ 12-ാം തീയതിയാണ് കിട്ടിയാക്കുന്നത്. ഓക്കെ, ഷിഫാനത്തിന് ഗൾഫിൽ പോകാൻ തോന്നുന്നത് അല്ലെങ്കിൽ ഒരു അവസരം കിട്ടിയത് 2026 ഓഗസ്റ്റ് മാസത്തിലാണെന്ന് വിചാരിക്കും. ആ സമയത്താണ് നിങ്ങൾ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുന്നത് എങ്കിൽ ഉള്ള പ്രശ്നം എന്നറിയോ? ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് വരുന്നത് അപ്പോഴത്തെയാണ്. നിങ്ങൾ ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ ചെന്നിട്ട് ഈ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുക. അപ്പോ മെയിൻ സർട്ടിഫിക്കറ്റ് 2025 ഡിസംബർ 12 ഇഷ്യൂ ചെയ്തിരിക്കുന്നു. ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 2026 ഓഗസ്റ്റിലാണ്. നേരെ അപ്പൊ തന്നെ നിങ്ങളെ കയറ്റാൻ കഴിയും. മനസ്സിലായില്ലേ? ഇത് തമ്മിലൊരു പൊരുത്തക്കേട്, നമ്മുടെ ഒരു വിശ്വാസ്യതയെ അത് ചോദ്യം ചെയ്യും. അതുകൊണ്ടാണ് കേട്ടോ. റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്റേൺഷിപ്പിൽ ഇപ്പൊ ട്രെയിനി ആയിട്ട് പോകുമ്പോ നമ്മള് പിന്നെ ഇത് അറ്റൻഡ് ചെയ്യേണ്ടി വരുമോ? നമ്മള് മനസ്സിലായില്ല, ഒന്നുകൂടി ചോദിക്കാമോ? നമ്മൾ ഇപ്പൊ ട്രെയിനി ആയിട്ട് പോകുമ്പോ അവരുടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണോ? ട്രെയിൻ ആയിട്ട് പോകുമ്പോൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണ്ട. ട്രെയിൻ ആയിട്ട് പോകുമ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് വേക്കൻസിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലെറ്റർ കൊടുക്കുക. അതിനോടൊപ്പം നമ്മൾ ഇവിടെ നിന്ന് തരുന്ന ഒരു ഓഫർ ലെറ്റർ കൊടുക്കുക. ആ ഓഫർ ലെറ്റർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓഫർ ലെറ്റർ വെച്ചിട്ട് നമുക്ക് ഉടൻ തന്നെ പിന്നെ ഇന്റേൺഷിപ്പിന് കയറാനായി സാധിക്കുന്നതാണ്. അല്ലാതെ അതിന് വേറെ ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. പിന്നെ അവിടെ തന്നെ കിട്ടുമെങ്കിൽ അവിടെ തന്നെ ജോലി തരിക, അവിടെ തന്നെ ജോലി വാക്കൻസി. അപ്പൊ അങ്ങനെ ട്രെയിൻ ആയിട്ട് കയറി അവിടെ തന്നെ ജോലി കിട്ടുമെങ്കിൽ പിന്നെ വേറെ ഇന്റർവ്യൂവിന്റെ കാര്യമൊന്നും ഉണ്ടാവൂല. അങ്ങനെ കിട്ടുന്നത് നിങ്ങളുടെ വർക്ക് സ്റ്റൈലൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ്. അപ്പൊ പിന്നെ അങ്ങനെ ട്രെയിനി ആയിട്ട് പോകുന്നത് ഇത്ര മാസം അങ്ങനെ ഉണ്ടോ? എന്തോ പിന്നെ ട്രെയിനി ആയിട്ട് പോകുമ്പോൾ 3 മാസമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇത്ര മാസമാണ് ട്രെയിൻ ആയിട്ട് പോകേണ്ടത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? 3 മാസം ഇന്റേൺഷിപ്പ് അല്ലേ ചോദിക്കുന്നത്? ഇന്റേൺഷിപ്പ് ആണെങ്കിൽ 3 മാസം മിനിമം 3 മാസമെങ്കിലും ചെയ്യുന്നതാണ് ഉചിതം. 3 മാസം ട്രെയിനിങ് ചെയ്താൽ നമുക്ക് എക്സ്പീരിയൻസ് ആവും. പിന്നെ ആവും, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആവും. സാൽവ, ഞാൻ ആ നമ്പർ ചെക്ക് ചെയ്തു. ആ നമ്പർ സാൽവ് ഇട്ടാക്കുന്ന നമ്പർ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അതിനോട് മാച്ചിങ് ആയിട്ടുള്ള ഒരു നമ്പർ ഉണ്ട്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു PRO ആണ്, ബിൻസി അല്ല ബിന്ദു.
ബിന്ദു സർ, സോറി ബിന്ദു ബിന്ദു. എന്തായാലും ഇപ്പൊ പറഞ്ഞ കാര്യം പറയൂല കേട്ടാ. ബിന്ദു നമ്മളെ ഏറ്റവും മോസ്റ്റ് സീനിയർ സ്റ്റാഫാണ്. എനിക്ക് തോന്നുന്നു അത് എന്നോട് പറഞ്ഞത് എന്താ പറയാ, ഇന്റേൺഷിപ്പിന്റെ കാര്യം ഞാൻ ചോദിച്ചേ. ഇപ്പൊ ഇനി സർട്ടിഫിക്കറ്റ് ആയി നമുക്ക് അവിടെ ഇന്റർനാഷണൽ ലെവലില് അപ്പൊ അവര് പറഞ്ഞത് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന് ഇന്റേൺഷിപ്പ് ചെയ്യണമെന്നില്ല. ആ പിന്നെ അവിടെ കയറി കഴിഞ്ഞിട്ട് ഇപ്പൊ എല്ലാ സോഫ്റ്റ്വെയറും എന്താ സെപ്പറേറ്റ് ആവും ഓരോ ഹോസ്പിറ്റലില്. അത് ശരിയാണ്. അപ്പൊ അവരെ കണ്ടീഷൻ എങ്ങനെയാ വെച്ചാൽ അവര് പറഞ്ഞു നമുക്ക് വേറൊന്നല്ല, അത് മനസ്സിലായി എനിക്ക്. അതായത് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഓരോ ഹോസ്പിറ്റലുകളും ഉപയോഗിക്കുന്നത് ഓരോ തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളായിരിക്കും. അപ്പോൾ ഓരോ തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ ആ കാര്യം പഠിക്കാന്നുണ്ടെങ്കിൽ അവിടെ കയറിയതിനു ശേഷം പഠിക്കാൻ പറ്റുള്ളൂ. ഇന്റേൺഷിപ്പ് പക്ഷേ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യം മാത്രമല്ലോ. നമ്മളെ പെർഫോമൻസിനനുസരിച്ചായിരിക്കും ഇന്റേൺഷിപ്പ് ചെയ്യണ എക്സ്പീരിയൻസ് ആവാനും അവർക്ക് നമ്മൾ എങ്ങനെ ഉണ്ട് എന്നുള്ള. അതെ, അത് ഇന്റേൺഷിപ്പ് നമ്മളത് ഹോസ്പിറ്റലിൽ തന്നെ ഏത് മേഖലയിൽ ചെയ്യുക, ഓരോരുത്തർക്കും ഓരോരോ മേഖലയാണ്. ചില ആൾക്കാർക്ക് പിന്നെ ഒരു സ്വാതന്ത്ര്യ പരിചരണം ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ പണം മാത്രമല്ലല്ലോ ജോലിയിൽ നോക്കുക, നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ കൂടിയിട്ട് നോക്കും. അപ്പോ അത്തരം ആളുകൾ PR പബ്ലിക് റിലേഷൻ ഓഫീസർ, പേഷ്യന്റ് റിലേഷൻ ഓഫീസർ, ആ തസ്തികളൊക്കെയാണ് ചിലപ്പോൾ നോക്കണം. മറ്റു ചില ആൾക്കാര് പിന്നെ വളരെ നന്നായി സംസാരിക്കുന്ന ആൾക്കാർ, വളരെ പ്ലസന്റായി സംസാരിക്കുന്ന ആളുകൾ ഒക്കെയാണെങ്കിൽ ചിലപ്പോൾ ഫ്രണ്ട് ഓഫീസ് ആയിരിക്കും നോക്കുക. ചില ആൾക്കാരുണ്ടാവും വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളുണ്ടാവും. അവരൊക്കെ ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു ഓഫീസിൽ ചടങ്ങ് കൂടിയിരുന്ന് വല്ല കണക്ക് നോക്കാനോ ഓഫീസ് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി ഓരോരുത്തരുടെ ടേസ്റ്റ് ആണ്, അഭിരുചിക്ക് അനുസരിച്ചിട്ടാണ് അവർ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആരാണ്? ഹലോ പറയൂ. സാർ, വൃന്ദയാണോ? SDC സർട്ടിഫിക്കറ്റിന്റെ എടുക്കുമ്പോ നമ്മൾ പ്രോമെട്രിക് എക്സാം എഴുതണം എബ്രോഡ് പോണെങ്കിൽ. പറയാം. SDC സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഓരോ രാഷ്ട്രത്തിലേക്കുള്ള വിദേശങ്ങളിലേക്കുള്ള ഒരു നിങ്ങളുടെ ഒരു എൻട്രിക്ക് സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്യുവൽ സർട്ടിഫിക്കേഷൻ മാത്രമാണ്. ഓക്കെ, ഓരോ രാജ്യത്തിനും ഓരോ തൊഴിൽ നിയമങ്ങളുണ്ട്. ഓരോ രാജ്യത്തിനുമുള്ള തൊഴിൽ നിയമങ്ങളുണ്ട്. ഓക്കെ, ഓരോ രാജ്യത്തിനും അതായത് ഓരോ രാജ്യങ്ങളുടെയും വ്യത്യസ്തമായിരിക്കും അത്. ഒരു രാജ്യം ഇപ്പൊ ജർമ്മനി പോകണം, ജർമ്മനിയിൽ തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ചിലതിന് പോകണമെന്നുണ്ടെങ്കിൽ A2 B1 B2 ഒക്കെ പഠിക്കേണ്ടി വരും. മനസ്സിലായി? അപ്പൊ അതുള്ളവർക്ക് പോകാൻ പറ്റുള്ളൂ. ചില സ്ഥലത്ത് ഇതൊന്നും വേണ്ടി വരൂല. സെൻട്രൽ കൺട്രീസ് ചിലപ്പോൾ ചില കാര്യങ്ങളൊന്നും വേണ്ടി വരൂല. അപ്പൊ അത് ഓരോ രാജ്യത്തിന്റെയും നിയമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗാലറി ഇത് വന്നൊരു പേരാണ്. അതിന് ചോദ്യം ഓക്കെ. അത് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്, നമ്മൾ പോസ്റ്ററിൽ കണ്ടിരുന്നു ഇന്റർവ്യൂ പ്രസന്റേഷൻ ട്രെയിനിങ് ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിന്റെ ഒരു മൊഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ സാറ് പറഞ്ഞതിൽ ഇപ്പൊ ഇന്റർവ്യൂ പ്രസന്റേഷന്റെ ട്രെയിനിങ് സാറ് പറഞ്ഞത് ഇപ്പൊ കോൺവെക്കേഷൻ കഴിഞ്ഞ് അതുമായിട്ട് അപ്പോഴാണ് കിട്ടുന്നത്. അപ്പൊ ഈ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്? സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസിന്റെ അവസാന ഭാഗത്ത് തരും. ക്ലാസിന്റെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് തരുന്നതാണ്. അല്ലാണ്ട് കോഴ്സിനോടൊപ്പം. ഓക്കെ, മനസ്സിലായി. കോഴ്സിനൊപ്പം ഉണ്ട്. നിങ്ങൾക്ക് ആഴ്ചയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ 2 ദിവസം ഉണ്ട് തോന്നുന്നു. ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകളുണ്ട്. അത് കൂടാതെ അവസാനം നിങ്ങളെ കൊണ്ട് അതിന്റെ ഒരു പ്രാക്ടിക്കൽ കാര്യങ്ങൾ കൂടി ചെയ്യിപ്പിക്കുന്നുണ്ട് നമ്മൾ. മനസ്സിലായി? ആഴ്ചയിൽ 2 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് ക്ലാസ് കേട്ടോ. അത് സിലബസിൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് എടുക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടല്ല, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. അബ്രോഡില് എക്സാം എഴുതണോ? ഈ സർട്ടിഫിക്കറ്റിന്റെ പുറമെ നമ്മൾ അബ്രോഡ് പോവാൻ എക്സാമും കണ്ടന്റ് ചെയ്യണം? അല്ല, അബ്രോഡ് പോകാൻ എക്സാം കണ്ടന്റ് ചെയ്യുന്നു ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഓരോ രാജ്യത്തിനും ഓരോരോ തൊഴിൽ മേഖലയിലും തൊഴിലെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോരോ നിയമങ്ങളാണ്. അത് ഓരോ രാജ്യത്തിനും വ്യത്യസ്തമാണ്. അത് അതിനനുസരിച്ചിട്ട് ആ രാജ്യം പറയുന്ന പോലെയാണ് ചെയ്യേണ്ടത്. മനസ്സിലായി? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹലോ സർ. യെസ്, പറയൂ. ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് ഇവിടെ വിദേശത്താണ്. ഈ ഇന്ത്യയിൽ വരുമ്പോൾ 1 ഇയർ അടുത്ത നവംബർ. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ടൈം, കോൺവെക്കേഷൻ ടൈം ഞാൻ പറയാം. ഡിപ്ലോമയാണോ PG ആണോ? ഡിപ്ലോമ. ഷിബിൻ ചേർന്നിരിക്കുന്ന കോഴ്സ് ഡിപ്ലോമ കോഴ്സ് ആണോ PG ആണോ? ഡിപ്ലോമ.
ഡിപ്ലോമയാണ് എങ്കിൽ ഇപ്പോ ഡിസംബർ ആയപ്പോൾ ജനുവരി ഫെബ്രുവരി ജൂലൈ മാസത്തിലായിരിക്കും നിങ്ങളുടെ കോൺവെക്കേഷൻ. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കണോ സാർ? എന്തോ? ഞാൻ അവിടെ ഇരിക്കണം സർട്ടിഫിക്കറ്റ് കോൺവെക്കേഷൻ ടൈം? വേണ്ട, കോൺവെക്കേഷന് വരണമെന്നുള്ള കാര്യത്തിൽ നിർബന്ധമില്ല. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എങ്കിൽ വന്നാൽ മതി. എല്ലാവർക്കും ഇപ്പോ സൗകര്യപ്രദമാകില്ലല്ലോ. കോൺവെക്കേഷന് വരാത്ത ആൾക്കാർക്ക് സർട്ടിഫിക്കറ്റ് ബൈ പോസ്റ്റ് ആയിട്ട് അയച്ചു തരും. ഓക്കെ, അങ്ങനെയാണ് കേട്ടോ. ഇനി കോൺവെക്കേഷൻ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെന്ന് വിചാരിക്കാം. നിങ്ങളുടെ ബാച്ചുള്ള പോള കോൺവെക്കേഷൻ അല്ലെങ്കിലും എല്ലാ മാസവും നമുക്ക് 2-3 കോൺവെക്കേഷൻസ് ഉണ്ടാവും. ആ കോൺവെക്കേഷനിൽ എതിര് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം കേട്ടോ. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർ ഞാൻ ഹലോ മീറ്റിംഗിന് കയറാൻ കുറച്ച് വൈകിയായിരുന്നു. ടെക്സ്റ്റ് ബുക്കിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? അനീറ്റ ഒരു സെക്കൻഡ്. അനീറ്റയുടെ ചോദ്യം എന്താണ്? ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണോ? അതെ അതെ. ടെക്സ്റ്റ് ബുക്ക് 2024 നവംബർ 1 മുതൽ സ്കിൽ കോഴ്സുകൾക്ക് സ്റ്റഡി മെറ്റീരിയൽ കമ്പൽസറി ആക്കിയത് പ്രകാരം ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമായും വാങ്ങണം. 1900 രൂപയാണ് വില. 4 മൊഡ്യൂളിന്റെ ടെക്സ്റ്റ് ബുക്കുകളും, അത് ഡിപ്ലോമയുടെ കേട്ടോ ഞാൻ പറഞ്ഞത്. 1900 രൂപക്ക് 4 ടെക്സ്റ്റ് ബുക്കുകളും പ്ലസ് ഒരു ഗൈഡുമാണ് ഉണ്ടാവുക. ഗൈഡിൽ നിന്നായിരിക്കും പൂർണ്ണമായിട്ടുള്ള ചോദ്യങ്ങൾ എക്സാമിന് വരുന്നത്. ഇത് കൂടാതെ ടെക്സ്റ്റ് ബുക്ക് കൂടിയിട്ട് ഉണ്ടാകും. ടെക്സ്റ്റ് ബുക്ക് വാങ്ങാത്ത ഒരാളെയും എത്ര രൂപ ഫീസ് അടച്ചു എന്ന് പറഞ്ഞാലും ഫൈനൽ എക്സാം എഴുതാനായി അനുവദിക്കുകയില്ല. അനുവദിക്കാത്തത് ഞങ്ങളല്ല, സർട്ടിഫിക്കേഷൻ കൗൺസിലാണ്. സർട്ടിഫിക്കേഷൻ കൗൺസിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ നോംസ് പ്രകാരമേ പ്രവർത്തിക്കുള്ളൂ. നമ്മൾ അവരുടെ നിന്ന് അക്രഡിറ്റേഷൻ എടുത്താക്കുന്നതാണ്. അപ്പോൾ നമുക്കത് ഒഴിവാക്കി പോകാനായി പറ്റൂല. ഞങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല അത് കേട്ടോ. ക്ലിയർ ആയി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാർ, അപ്പൊ വിദേശത്ത് ഒറ്റ നാളൊക്കെ എങ്ങനെ വാങ്ങിക്കാൻ പറ്റും ടെക്സ്റ്റ് ബുക്ക്? വിദേശത്തേക്കുള്ളവർക്ക് 2 ചോയ്സ് ആണുള്ളത്. വിദേശത്തേക്ക് ചില ആളുകൾ ടെക്സ്റ്റ് ബുക്ക് കമ്പൽസറി ആയി വേണം എന്ന് പറയാറുണ്ട്. പക്ഷെ വിദേശത്തേക്ക് അയക്കുമ്പോൾ പോസ്റ്റൽ ചാർജ് ടെക്സ്റ്റ് ബുക്കിനോട് അടുത്ത് പിടിച്ചുള്ള പൈസ തന്നെ അയക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ അയച്ചു തരണം എന്ന് പറഞ്ഞാൽ അയച്ചു തരും. അതല്ല എങ്കിൽ നിങ്ങളുടെ വിസ കോപ്പി അയച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ വിസ കോപ്പി അയച്ചിട്ട് ഞാൻ വിദേശത്താണ് പ്രൂവ് ചെയ്യുന്നതിനുള്ള ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്താൽ അതിന്റെ PDF നിങ്ങൾക്ക് തരുന്നതാണ്. ഓക്കെ. അപ്ലൈന് എത്ര അടയ്ക്കണം? അതിന് പൈസ കുറവാണ് കേട്ടോ. ഞാനത് ചോദിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ, എന്റെ ഓർമ്മയിലില്ല. നിങ്ങളെ എല്ലാവരെയും ടെക്സ്റ്റ് ബുക്കിന് വേണ്ടിയിട്ട് നമ്മുടെ ഓഫീസിൽ നിന്ന് വിളിക്കും, പ്രിന്റിംഗ് സെക്ഷനിൽ നിന്ന് വിളിക്കുന്നതാണ് നിങ്ങളെ കേട്ടോ. റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സാം എങ്ങനെയാ നടത്തുക? ഓൺലൈനാന്ന് പറഞ്ഞാൽ എങ്ങനെയാ അത്? ഓൺലൈൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഗൂഗിൾ മീറ്റ് എങ്ങനെയാണോ നമ്മൾ അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആയിരിക്കും. അപ്പൊ നമ്മൾ ഇതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നും ചെയ്യണ്ട, വെറുതെ കുത്തി പോയാൽ മതി. വെറുതെ കുത്തിയാൻ പറ്റൂല, പഠിച്ചിട്ട് കുത്തണേ. അതെങ്ങനെയാന്ന് എനിക്ക് ഇപ്പൊ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാറേ, നമ്മളെ ഗൈഡ് നന്നായിട്ട് പഠിച്ചെടുത്താൽ തന്നെ നമുക്ക് എക്സാം പാസ് ആവാൻ പറ്റും. നല്ല ചോദ്യമാണ്. ഈ ഗാലറിയുടെ ഉടമയുടെ പേരെന്ന് പറഞ്ഞേ? നെജുവ. ഗൈഡ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിപ്ലോമയ്ക്ക് 400-ൽ 400 മാർക്ക് വാങ്ങാൻ പറ്റും. ഉറപ്പ് പറയാനുണ്ട്. 400-ൽ 400 മാർക്കും വാങ്ങാൻ പറ്റും. വനിതാ മഹിളാ രക്തം, ഈ 2 മാസികകളൊക്കെ ഒഴിവാക്കിക്കണത് അത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ? കേട്ടിട്ടുണ്ട്. അതില് മലബാർ മട്ടൻ കറി, ബീഫ് കുരുമുളക് ഇട്ട് ഉലർത്തിയത്, ഇങ്ങനെ കുറെ പാചകത്തിന്റെ റെസിപ്പികൾ ഉണ്ടാകാറുണ്ട് ഇല്ലേ? ഉണ്ടാകാറുണ്ട്. ഈ സാധനം നമ്മൾ വായിച്ചു പഠിച്ചെന്ന് വിചാരിക്കും. ഒന്ന് കേൾക്കണോട്ടാ. വായിച്ചു പഠിച്ചിട്ട് നിങ്ങൾ ഒരു എഴുത്തു പരീക്ഷയ്ക്ക് പോവുകയാണ്.
അപ്പൊ എഴുത്ത് പരീക്ഷയ്ക്ക് ഉള്ള ചോദ്യം ഇതാണ്: ബീഫ് കുരുമുളക് ഇട്ട് ഉലർത്തിയതില് സവാള 1 കിലോ ബീഫ് കുരുമുളക് ഇട്ട് ഉലർത്തുന്നതിൽ സവാള എത്ര കിലോയാണ് വേണ്ടത്? ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് ചോദ്യം. ഉത്തരം എ 200 ഗ്രാം, ബി 250 ഗ്രാം, ബി 300 ഗ്രാം, സി 350 ഗ്രാം. നിങ്ങൾ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യും? ഇതിലേതെങ്കിലും കൃത്യമായിട്ട് വായിച്ച് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ വായിച്ച് പഠിച്ചുകൊണ്ട് കൃത്യമായിട്ട് കുത്തും ഇല്ലേ? അതേ നിങ്ങളോട് ഈ ബീഫ് കുരുമുളക് ഇട്ട് ഒലത്താൻ പറഞ്ഞിട്ട് ഒരു ചീനച്ചട്ടിയും 1 കിലോ ബീഫും ഈ സാധനങ്ങളും തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പരീക്ഷയ്ക്ക് പെർഫോം ചെയ്ത അതേ മികവോട് കൂടിയിട്ട് നിങ്ങൾക്ക് പക്ഷെ ബീഫ് കറി വെക്കാൻ പറ്റിയെന്ന് വരില്ല. മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം? അതായത് ഗൈഡ് വായിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് സക്സസ് ആവാൻ ഫുൾ മാർക്ക് വാങ്ങി ജയിക്കാൻ പറ്റും. പക്ഷേ ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ ചെയ്യുമ്പോൾ അവിടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ല. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഈ ഹോസ്പിറ്റലിൽ ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ ചെയ്യുമ്പോൾ അവര് ആഴത്തിലോട്ട് നിങ്ങളുടെ അവഗാഹം, നിങ്ങളുടെ ഇത് അറിവ് എത്രത്തോളം ഈ വിഷയത്തിലുണ്ട് എന്നുള്ളതിനുള്ള ആഴത്തിലുള്ള ഒരു പരിശോധന നടത്തി തുടരെ ചോദ്യം വന്നാലും നമ്മൾ വരച്ചിരിക്കേണ്ടവരുള്ള അതാണ് ഒരു വ്യത്യാസം. പരീക്ഷയ്ക്ക് ജയിക്കാൻ ഗൈഡ് ഉപകരിക്കുമെങ്കിലും പ്രായോഗികമായി നിങ്ങളുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത് ഉചിതമായിരിക്കും കേട്ടോ. ഓക്കെ, അല്ല ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. എക്സാമിന് നമുക്ക് ഗൈഡ് ബേസ് കിട്ടാൻ പരീക്ഷയ്ക്ക് ജയിക്കാൻ നിങ്ങൾ ഗൈഡ് മാത്രം പഠിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. സിമ്പിൾ. പിന്നെ അതിനോടനുബന്ധിച്ചിട്ട് ഈ എക്സാമിൽ അതായത് എത്ര മാർക്കിന് കുറവാണ് തോൽവി, ഫെയിലിയർ ആവുന്നത്? അങ്ങനെ വരുന്നുണ്ടോ? എന്റെ ഒരു കാര്യം എന്താന്ന് വെച്ചാലേ, നമ്മള് ഒരു വഴിയിൽ കൂടെ നടന്നു പോകുകയാണ്. അപ്പോ ആ വഴിയിൽ പുലി ഇറങ്ങുന്ന വഴിയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പണ്ടൊരുപാട് തവണ പുലി ഇറങ്ങിയിട്ടുള്ള വഴിയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ പുലിനെ പേടിച്ചുകൊണ്ട് പോണോ അല്ലെങ്കിൽ ഈ പുലിനെ ഞാൻ തോൽപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് പോണോ? ഇതാണ് എന്റെ ചോദ്യം. നമ്മൾ കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടെന്ന് അങ്കക്കാളിൽ കാലെടുത്ത് വെച്ച് മനസ്സിലായി. തച്ചോളിയുടെ പാരമ്പര്യമുള്ള നാടല്ലേ കേരളം. അല്ല സാറേ, നമ്മൾ പെർഫോം ചെയ്യുന്നില്ല എന്നല്ല. എനിക്ക് മനസ്സിലായി. ഞാൻ പറയട്ടെ. ഒരു മനുഷ്യനെ ഏറ്റവും നന്നായിട്ട് ഓടുന്നത് ഓട്ട മത്സരത്തിലായിരിക്കൂല, അവരെ പട്ടി കഴിക്കാൻ വേണ്ടി ഓടുന്നതായിരിക്കും. അത് മനസ്സിലായിട്ടില്ല. ഓട്ട മത്സരത്തിൽ അവൻ 1ാം സമ്മാനം കിട്ടിയെന്ന് വരൂല. പക്ഷെ ഓട്ട മത്സരത്തിൽ 1ാം സമ്മാനം കിട്ടിയവരെക്കാളും വേഗത്തിൽ പട്ടി കഴിക്കാൻ ഓടിച്ചിട്ട് ഓടുന്നു. അതെന്താ കാരണം? നമ്മൾ നിശ്ചയിക്കുന്ന ലക്ഷ്യത്തിന്റെ തീവ്രതയും തീക്ഷ്ണതയും അനുസരിച്ചിട്ടാണ് ആ കാര്യങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത്. നിങ്ങൾ സംശയത്തോടു കൂടിയാണ്. നിങ്ങൾക്ക് എല്ലാ കഴിവുകളും ഉണ്ട്. ഉജ്ജ്വലമായ കഴിവുള്ള അനന്തമായ ശേഷിയുള്ള ഈ ഭൂമിയിൽ ജനിച്ചു വീണ മറ്റേതൊരു മനുഷ്യനെയും പോലെ തന്നെ ശക്തിയും ബുദ്ധിയും ശേഷിയും ഒക്കെയുള്ള ചൈതന്യവും ഒക്കെയുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. പക്ഷെ അതിൽ ചില മനുഷ്യർ മാത്രം വിജയിക്കുന്നു. വൈ? എന്താ കാരണം? ഒറ്റ കാരണമുള്ളൂ. അവരുടെ തീരുമാനങ്ങളിൽ, അവരുടെ നിശ്ചയദാർഢ്യങ്ങളിൽ, അവരുടെ ചിന്തകളിൽ, അവരുടെ ആത്മവിശ്വാസത്തിന്റെ, വിജയപ്രതീക്ഷയുടെ, ഒരു തരത്തിലുള്ള നിർഭയത്വത്തിന്റെയും ഒരു കണിക പോലും ഇല്ലാത്ത ഒരു തിളക്കം അവർ കാത്തു സൂക്ഷിക്കും. ഞാൻ പറയുന്നത് നജിമ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളുള്ള മുഴുവൻ വിദ്യാർത്ഥികളോടാണ്. നിങ്ങൾ തോൽവിയെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. നിങ്ങൾ എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ ആ കോൺവെക്കേഷനിൽ നിങ്ങൾ നിങ്ങളുടെ ഹബ്ബിയുടെയും നിങ്ങളുടെ മക്കളുടെയും നിങ്ങളുടെ അമ്മായിയമ്മയുടെയും അമ്മായച്ചന്റെയും ഒപ്പം നിന്നിട്ടേ ആ മെഡല് വാങ്ങുന്നത്, ഷീൽഡ് വാങ്ങുന്നത്, സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് മാത്രം നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടു നോക്കുന്നത്. മനസ്സിൽ വെറുതെ ഒന്ന് കാണും. അത് കണ്ടു കഴിഞ്ഞാൽ സാധനത്തിൽ താനേ വരും. ഞാൻ ലാസ്റ്റ് പറയാം. എജിമോ പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ഏറ്റവും ലാസ്റ്റ് സംശയങ്ങൾ പറഞ്ഞേ. ശരി, നമുക്കിപ്പോ ടെക്സ്റ്റ് നമ്മൾ വാങ്ങി, നമ്മൾ പുറത്തേക്ക് പോവാണ്. അപ്പം എല്ലാ ടെക്സ്റ്റും കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ PDF ഫയൽ നമുക്ക് തരുമോ? അതോ നമ്മൾ എക്സ്ട്രാ പേ ചെയ്തിട്ട് വീണ്ടും വാങ്ങണോ? അപ്പൊ നിങ്ങൾക്ക് ദേശത്തേക്ക് പോകാൻ പോയ ഓക്കെ. ടെക്സ്റ്റ് വാങ്ങിയതാണ്, ഞാൻ പേ ചെയ്തു ടെക്സ്റ്റിന്. തരാം. സാർ, എന്നാലും മിനിമം മാർക്ക് എത്ര വേണമെന്ന്? മിനിമം
എന്നെ കടിയിപ്പിക്കുള്ളൂ. മിനിമം മാർക്ക് 60-ൽ 21, 100-ൽ 35 ആണ്. ഇന്റർമാർക്ക് ഉൾപ്പെടെ നമുക്ക് 100 മാർക്കാണല്ലോ. അപ്പൊ 100-ൽ 37 മാർക്കാണ് നിങ്ങൾ മേടിക്കുന്നത്. മക്കളെ എന്തായാലും നമ്മൾ സുപ്രമാണ്. അപ്പൊ പിന്നെ ആരോ മ്യൂട്ട് ചെയ്യാൻ എടുത്തിട്ടുണ്ടല്ലോ. എന്തായാലും നമ്മൾ ബിരിയാണി തിന്നുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴേ എന്തിനാണ് വെറുതെ ഇറച്ചില്ലാത്ത ബിരിയാണിയെ കുറിച്ച് ആലോചിക്കുന്നത്? നിങ്ങൾ മട്ടൻ ബിരിയാണിയെ കുറിച്ച് ആലോചിച്ചോന്ന്. ഈ 35 മാർക്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത് എന്തിനാണ്? അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ലാന്ന്. നിങ്ങൾ 100 മാർക്കിനെ ഫോക്കസ് ചെയ്ത് ചിന്തിച്ചോ. ഓക്കെ, നിങ്ങളെ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന, നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് തരുന്നത്. കേരളത്തിൽ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തരുന്നില്ല അത് മോക്ക് ടെസ്റ്റ്. എന്താണെന്ന് അറിയോ മോക്ക് ടെസ്റ്റ്? നിങ്ങളെ വളരെ എളുപ്പത്തിൽ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണ്. നിങ്ങൾ അറിയാതെ തന്നെ പഠിക്കും. പഠിക്കുന്നതിന് പല രീതികളാണ്, ഓർമ്മയിൽ വെക്കുന്നതിന് പല രീതികളാണ്. അത് അത്തരത്തിലുള്ള ഒരു മെത്തഡോളജിയാണ് നമ്മൾ മോക്ക് ടെസ്റ്റിൽ കൂടി പ്രയോഗിക്കുന്നത്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ പഠിക്കുന്ന ഒരു സാധനമാണ്. ഒരു ചാപ്റ്ററുടെ പാഠഭാഗം പഠിച്ചെടുക്കാനായിട്ട് നിങ്ങൾക്ക് 5 മിനിറ്റ് വേണ്ട. അതാണ് ആ മോക്ക് ടെസ്റ്റ്. മോക്ക് ടെസ്റ്റുകൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് കിട്ടും. അതൊന്ന് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാറേ, നോട്ട്ബുക്ക് മേടിക്കണം നമ്മളിപ്പോ ക്ലാസ് ടൈമിൽ എഴുതാൻ വല്ലതുണ്ടാവോ? ക്ലാസ് ടൈമിൽ എഴുതാനായിട്ട് ഇവിടുന്നൊന്നും പ്രൊവൈഡ് ചെയ്യൂല. നിങ്ങൾക്ക് നോട്ട്ബുക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മേടിച്ചു. മേടിക്കുന്നതിൽ ഞങ്ങളായിട്ട് തടസ്സം പറയൂല കേട്ടോ. ഓക്കെ, റെക്കോർഡില്ല. സാറേ, ഇന്റേൺഷിപ്പ് ചെയ്തില്ലെങ്കിൽ പ്രോബ്ലം വല്ലതും ഉണ്ടായിരിക്കോ? ഇന്റേൺഷിപ്പ് മാൻഡേറ്ററി അല്ല. ഇന്റേൺഷിപ്പ് മാൻഡേറ്ററി അല്ല കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചോദ്യങ്ങളെല്ലാം അവസാനിച്ചോ? ചോദ്യങ്ങളെല്ലാം അവസാനിച്ചെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്താ പറയുന്നത്? എല്ലാവരും പറഞ്ഞ കാര്യങ്ങളിലൊക്കെ വ്യക്തത വന്നു. വ്യക്തത വന്നിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. ഞാനിങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒഴികെ ബാക്കിയുള്ള എല്ലാ സമയത്തും ഫോൺ എടുക്കുന്നതാണ്. ഫോൺ എടുത്തില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടേക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജിന് ഇന്നല്ലെങ്കിൽ നാളെ റിപ്ലൈ കിട്ടിയിരിക്കും. നെജുമയും വേറെ ആരോ പേരറിയാത്ത മറ്റൊരു വിദ്യാർത്ഥിയും പറഞ്ഞ മിനിമം മാർക്കിന്റെ കാര്യത്തിലോട്ടാണ് ഞാൻ കടന്നു വരാൻ പോകുന്നത്. ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പുസ്തകങ്ങളിൽ ഒന്നാണ് ആൽക്കെമിസ്റ്റ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം. ആൽക്കെമിസ്റ്റ് വായിച്ചിട്ടുണ്ടോ? ആൽക്കെമിസ്റ്റ് എന്നുള്ള പുസ്തകം വായിച്ചിട്ടുണ്ടോ? ബ്രസീലിയൻ എഴുത്തുകാരനായിട്ടുള്ള പൗലോ കൊയ്ലോ എഴുതിയ മില്യൺ കണക്കിന് കോപ്പികൾ അച്ചടിച്ച് ലോകത്തിന്റെ 10-28 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ് ആൽക്കെമിസ്റ്റ് എന്ന് പറയുന്നത്. പൗലോ കൊയ്ലോ മാജിക്കൽ റിയലിസത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഉദാഹരണങ്ങൾ ഒന്ന് എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുള്ള ഒരുപാട് കൃതികളുടെ രചയിതാവാണ് പൗലോ കൊയ്ലോ. മലയാളത്തിൽ ഒരു സിനിമയുണ്ട് ആ തീമുമായി ബന്ധപ്പെട്ടുകൊണ്ട്, 2 സിനിമയുണ്ട് ആ തീമുമായി ബന്ധപ്പെട്ടുകൊണ്ടും ആ പേരുമായി ബന്ധപ്പെട്ടുകൊണ്ടും. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കുഞ്ചാക്കോ ബോബന്റെ ഒരു മൂവി ഉണ്ടല്ലോ, ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? പൗലോ കൊയ്ലോന്റെ പേരുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പൗലോ കൊയ്ലോന്റെ ഒരുപാട് ആരാധകരുള്ള നാടാണ് ഈ കേരളം. കേരളത്തിനകത്ത് 2 കടകളുടെ പേര് ആൽക്കെമിസ്റ്റ് എന്നാണ്. ഒരു ഓട്ടോക്കാരൻ തന്റെ ഓട്ടോറിക്ഷയ്ക്ക് ഇട്ടിരിക്കുന്ന പേര് പൗലോ കൊയ്ലോ എന്നാണ്. അത്രയേറെ മലയാളി മനസ്സിനെ സ്വാധീനിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് പൗലോ കൊയ്ലോ. അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കൃതിയാണ് ആൽക്കെമിസ്റ്റ്. ആൽക്കെമിസ്റ്റിലെ നായകൻ സാന്റിയാഗോ എന്ന് പറയുന്ന ഒരു ആട്ടിടയനാണ്. ഈ കഥ ഞാനിവിടെ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചതല്ല. ഈ നെജിമയും മറ്റാരോ ഒരാളും സന്ദേഹം പറഞ്ഞതിന്റെ പേര് മാത്രം പറയുന്നതാണ് കേട്ടോ. അപ്പോ സാന്റിയാഗോ ഒരു ദരിദ്ര കുടുംബത്തിലെ ആട്ടിടയന്മാരായിട്ടുള്ള ആട്ടിടയ വംശ പരമ്പരയിലെ ഒരു ദരിദ്ര കുടുംബത്തിലെ ഒരു കുഞ്ഞനുജനാണ്. ആ സാന്റിയാഗോ എല്ലാ ദിവസവും സാന്റിയാഗോന്റെ വീടിനടുത്തുള്ള വലിയൊരു പുൽമേടിനടുത്ത് വരും. ആ പുൽമേടിന്റെ നടുക്കായി ഒരു വലിയ പള്ളിയുണ്ട്. ആ പള്ളിക്ക് മുന്നിലായി ഒരു മരമുണ്ട്. സാന്റിയാഗോ തന്റെ ആട്ടിൻ പറ്റങ്ങളെ പുൽമേടുകളിലേക്ക് മേയാൻ വിട്ടതിനു ശേഷം ആ മരത്തിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങും. വൈകുന്നേരം ആടുകൾ തിരിച്ചു വരുമ്പോൾ സാന്റിയാഗോ ഈ ആടുകളെയും കൂട്ടി വീട്ടിലേക്ക് പോകും. പിറ്റേ ദിവസം സൂര്യൻ ഉദിക്കും. സാന്റിയാഗോ എഴുന്നേൽക്കും, ഉണരും. സാന്റിയാഗോ ആടിനെയും കൂട്ടി പുൽമേടിലേക്ക് പോകും. മരത്തിന്റെ ചൂടെ കിടന്നുറങ്ങും. പള്ളി മുന്നിലുണ്ട്. പള്ളിക്ക് മുന്നിലുള്ള മരത്തിന്റെ ചൂടെ കിടന്നുറങ്ങും. വൈകുന്നേരം ആടുകൾ തിരികെ വരും. സാന്റിയാഗോ എഴുന്നേറ്റ് വീട്ടിൽ പോകും.
എല്ലാ ദിവസവും ഇതേ കാര്യം തന്നെയാണ് സാന്റിയാഗോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം സാന്റിയാഗോ ആ മരത്തിന്റെ ചുവടെ കിടന്നുറങ്ങുമ്പോൾ അത്ഭുതകരമായ ഒരു സ്വപ്നം കണ്ടു. സാന്റിയാഗോയുടെ ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും വിശാലമായി ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന ഒരു നിധികുംഭമാണ് സാന്റിയാഗോ എന്ന് കണ്ടത്. നിറയെ സ്വർണ്ണാഭരണങ്ങൾ, നിറയെ വെള്ളി ആഭരണങ്ങൾ, വൈഡൂര്യം, രത്നങ്ങൾ, അമൂല്യമേറിയ കല്ലുകൾ, ഇതെല്ലാം നിറഞ്ഞ് തിളങ്ങി നിൽക്കുന്ന വലിയൊരു നിധിശേഖരം. ആ നിധിശേഖരം കണ്ടതിന്റെ അത്യാഹ്ലാദത്തിൽ സാന്റിയാഗോ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയെഴുന്നേറ്റു. അപ്പോഴേക്കും വൈകുന്നേരമായി ആടുകൾ തിരിച്ചെത്തി. സാന്റിയാഗോ ആടുകളെയും കൊണ്ട് തിരികെ വീട്ടിലെത്തി. തൊട്ടടുത്ത ദിവസം ആടുകളെയും കൊണ്ട് സാധാരണ കടന്നു വരുന്നത് പോലെ തന്നെ സാന്റിയാഗോ കടന്നു വന്നു. മരത്തിന്റെ ചുവടെ വന്ന് കിടന്നു ഉറങ്ങി. ഇതാ വീണ്ടും വരുന്നു ഇന്നലെ കണ്ട അതേ സ്വപ്നം, അതേ നിധിശേഖരം, അതേ സ്വർണ്ണാഭരണങ്ങൾ, വജ്രാഭരണങ്ങൾ, രത്നങ്ങൾ, വിലയേറിയ കല്ലുകൾ, വെള്ളിയാഭരണങ്ങൾ. വീണ്ടും സാന്റിയാഗോ ഞെട്ടിയിരുന്നു. ഏതൊക്കെ ദിവസം സാന്റിയാഗോ ആ മരത്തിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങുന്നുണ്ടോ ആ ദിവസങ്ങളിൽ മുഴുവൻ സാന്റിയാഗോ ആ സ്വപ്നം വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണാറുണ്ട്. ആദ്യം സാന്റിയാഗോയെ ആഹ്ലാദിപ്പിച്ചിരുന്ന ആ സ്വപ്നം സാന്റിയാഗോയെ പിന്നെ ഒരു നിരാശയുടെയും ആശങ്കയുടെയും മക്കൾ ഉറങ്ങാൻ പറ്റാത്ത വിധം ആ നിധിശേഖരം എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള ചോദ്യം സാന്റിയാഗോന്റെ തലച്ചോറിനെ, സാന്റിയാഗോന്റെ ഹൃദയ ധമനികളെ കൊളുത്തി വലിച്ചു. എല്ലാ ദിവസവും ഈ സ്വപ്നമാണ്. ലോകം കണ്ടതിലെ ഏറ്റവും മഹാനായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന APJ അബ്ദുൾ കലാം, അബുൾ ഫക്കീർ ജൈനുലുബ്ദീൻ അബ്ദുൾ കലാം. APJ അബ്ദുൾ കലാം. ആ അബ്ദുൾ കലാം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഉറക്കത്തിൽ നിങ്ങൾ കാണുന്നതല്ല സ്വപ്നം, ഉറങ്ങാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഉറക്കാതെ ഇരിക്കുന്ന സാധനം എന്താണ്? അതാണ് സ്വപ്നം. നിങ്ങളെ ഉറക്കാൻ അനുവദിക്കൂലാണ് സ്വപ്നം, അതാണ് സ്വപ്നം എന്ന് അബ്ദുൾ കലാം പറഞ്ഞിട്ട് അതുപോലെയായി സാന്റിയാഗോന്റെ ജീവിതം. സാന്റിയാഗോക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും സാന്റിയാഗോ വളർന്നു കഴിഞ്ഞു. സാന്റിയാഗോ കൗമാര പ്രായത്തിലെത്തി. സാന്റിയാഗോ തന്റെ ആടുകളെയൊക്കെ വിറ്റു. ഈ നിധി തേടിയുള്ള യാത്രയാണ്. നാട് മുഴുവൻ കാട് മുഴുവൻ തേടി അലഞ്ഞു. ഒരുപാട് ജീവിതാനുഭവങ്ങൾ, കഷ്ടപ്പാടിന്റെയും ദുരിതത്തിന്റെയും ദുരന്തങ്ങളുടെയും പെരുമഴത്തിന്റെയും കഠിനമായ വേനലിന്റെയും കഠിനകാലങ്ങളെ അതിജീവിച്ചുകൊണ്ട് സാന്റിയാഗോ മുന്നോട്ടേക്ക് നീങ്ങി. ഒരുപാട് അനുഭവങ്ങൾ കിട്ടി. അവസാനം ഒരു മരുഭൂമിയിൽ സാന്റിയാഗോ വെള്ളം കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ പിടഞ്ഞ് വീണ് മരണത്തെ മുഖാമുഖം കണ്ട ഒരു സമയത്ത് ഒരു കുതിരപ്പുറത്ത് തന്റെ ഇടത് കയ്യിൽ ചത്ത കഴുകനെയും വലത് കയ്യിൽ കുതിരയുടെ കടിഞ്ഞാണും വേണ്ടി ഒരു മനുഷ്യൻ വന്നു. താടി വളർത്തിയ ഒരു മനുഷ്യൻ. അദ്ദേഹമാണ് ആൽക്കെമിസ്റ്റ്, രാസലായകൻ. ആൽക്കെമിസ്റ്റ് എന്ന് വെച്ചാൽ ലായനികളെയൊക്കെ തമ്മിൽ മിക്സ് ചെയ്ത് പുതിയ ലായനികളൊക്കെ ഉണ്ടാക്കുന്ന ഒരാൾ. ആ സാന്റിയാഗോ ആ ആൽക്കെമിസ്റ്റിന്റെ ശിഷ്യനായി മാറി. ആൽക്കെമിസ്റ്റ് സാന്റിയാഗോയെ കുറെ വിദ്യകളൊക്കെ പഠിപ്പിച്ചു. പക്ഷെ എത്രയൊക്കെ വിദ്യകൾ പഠിപ്പിച്ചിട്ടോ, എത്രയൊക്കെ ജീവിത പാഠങ്ങൾ പഠിച്ചിട്ടോ, എത്രത്തെ ജീവിതാനുഭവങ്ങൾ ഉണ്ടായിട്ടും അബ്ദുൾ കലാം പറഞ്ഞതുപോലെ സാന്റിയാഗോയെ ഉറക്കാത്ത ഒന്നായി ആ സ്വപ്നം വീണ്ടും വീണ്ടും സാന്റിയാഗോയുടെ ഉള്ളിൽ കിടന്ന് തിളച്ചു മറിഞ്ഞുകൊണ്ടേയിരുന്നു. സാന്റിയാഗോ വലുതായി. അവസാനം തന്റെ സ്വപ്നത്തിലേക്ക് ഒരിക്കലും തനിക്ക് എത്താൻ പറ്റില്ല എന്നുള്ള നിരാശ സാന്റിയാഗോയ്ക്ക് വന്നിട്ടും തീക്ഷ്ണമായ ചിന്ത കൊണ്ട് സാന്റിയാഗോ ആ നിധിശേഖരത്തെ കുറിച്ച് തന്നെ ആലോചിച്ചു കൊണ്ടേയിരുന്നു. അവസാനം സാന്റിയാഗോ വലുതായി. സാന്റിയാഗോ തന്റെ ജന്മനാട്ടിലേക്ക് തിരിച്ചു വന്നു. ആ വലിയ പുൽമേട്ടിലേക്ക് വന്നു. അവിടെ അന്നും ആ പള്ളി ഉണ്ടായിരുന്നു. അതിന്റെ മിനാരങ്ങൾ ജീർണിച്ച് താഴേക്ക് വീണിട്ടുണ്ടായിരുന്നു. സാന്റിയാഗോ കിടന്നുറങ്ങിയിരുന്ന മരം, ആ മരത്തിന് ചോട്ടിലാണ് ഉറങ്ങിയിരുന്നത്. ആ മരം വളരെ വലിയ ഒരു മരമായി മാറി. യാത്രയുടെ ക്ഷീണം കൊണ്ട്, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട്, ദാഹം കൊണ്ട് സാന്റിയാഗോ ആ മരത്തിന്റെ ചൂടെ കിടന്നു ഉറങ്ങിപ്പോയി. അന്നും അതുവരെ കണ്ട അതേ സ്വപ്നം സാന്റിയാഗോ വീണ്ടും കാണുക. നിറയെ സ്വർണവും വെള്ളിയും വജ്രാഭരണങ്ങളും വൈഡൂര്യങ്ങളും വിലയേറിയ കല്ലുകളും നിറഞ്ഞു നിൽക്കുന്ന, ഏക്കർ കണക്കിനും പറന്നു നിൽക്കുന്ന ഒരു നിധിശേഖരം. പക്ഷെ അന്ന് സാന്റിയാഗോ അതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി അധികമായി പറഞ്ഞു. ആ നിധി ഇരിക്കുന്നത് എവിടെയാണെന്ന് കൂടി സാന്റിയാഗോ അന്ന് ആ സ്വപ്നത്തിൽ കാണാം.
തന്റെ ജീവിതം കൊണ്ട് വഴിത്താരകളിലൂടെ അന്വേഷിച്ചു നടന്ന നിശ്ചയദാർഢ്യം കൊണ്ട് ഈ നിധി കണ്ടെത്തിയ ഞാൻ തോക്കാതെ പിൻവാങ്ങുകയുള്ളൂ എന്ന് നിശ്ചയിച്ചുറപ്പിച്ച ആ നിധിശേഖരം ഇരിക്കുന്നത് സാന്റിയാഗോ കിടന്നുറങ്ങുന്ന ആ മരത്തിന്റെ ചുവട്ടിൽ തന്നെയായിരുന്നു. ആ മരത്തിന്റെ ചുവട്ടിൽ തന്നെ ആ നിധിശേഖരമുണ്ട് എന്ന് സാന്റിയാഗോ തന്റെ സ്വപ്നത്തിൽ കാണുന്നു. അങ്ങനെയാണ് ആ കഥ അവസാനം. എന്ത് മനസ്സിലായിരിക്കുന്നു? എന്താ മനസ്സിലായത്? എന്തെങ്കിലും മനസ്സിലായത് നമുക്ക്? അത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പൗലോ കൊയ്ലോ, ഇത് സാധാരണ ഒരു മായാവി കഥ പോലെ, ഒരു ബാലരമ കഥ പോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കഥയാണ്. പക്ഷെ അത് പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ പൗലോ കൊയ്ലോ അവസാനം ഒരു വാചകം എഴുതി വെച്ചു. ആ വാചകത്തിന്റെ പേരിലാണ് ഈ നാടിനകത്ത്, ഈ ലോകത്തിനകത്ത് തോറ്റി പിൻവാങ്ങിപ്പോകേണ്ടിയിരുന്ന കോടിക്കണക്കിന് വരുന്ന മനുഷ്യർ നിശ്ചയദാർഢ്യത്തിന്റെ മടച്ചട്ടയണിഞ്ഞ് ആത്മവിശ്വാസത്തിന്റെ കിരീടമണിഞ്ഞുകൊണ്ട് വിജയത്തിന്റെ തേരിലേറി കുതിച്ചു വാങ്ങി. ആ വാചകം ഇപ്രകാരമായിരുന്നു. നിങ്ങൾ പ്രപഞ്ചത്തിന് അനുഗുണമായിട്ടുള്ള ഒരു ലക്ഷ്യം നേടാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചുവെങ്കിൽ നിങ്ങളുടെ ആ ലക്ഷ്യത്തെ നിറവേറ്റുന്നതിന് വേണ്ടി ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ശക്തികളും കൂടിച്ചേർന്നുകൊണ്ട് ഒരു ഗൂഢാലോചന നടത്തും. ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ശക്തികളും കൂടിച്ചേർന്നുകൊണ്ട് പ്രപഞ്ചത്തിന് അനുഗുണമായി ചിന്തിക്കുന്ന നിങ്ങളുടെ ലക്ഷ്യം നിറവേറ്റി നിങ്ങളെ വിജയിപ്പിക്കാൻ ഒരു ഗൂഢാലോചന നടത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ നോവൽ അവസാനിക്കുന്നത്. നജിമ, എന്ത് മനസ്സിലായി? കമോൺ, എന്ത് മനസ്സിലായി? നിങ്ങൾ 100 മാർക്ക് വാങ്ങാൻ വേണ്ടിയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ, കോൺവെക്കേഷനകത്ത് ടോപ്പറുടെ, ഏറ്റവും മികച്ച വിദ്യാർത്ഥിയുടെ, ബെസ്റ്റ് സ്റ്റുഡന്റിന്റെ അവാർഡ് വാങ്ങാൻ വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഒരു കോണിൽ സ്വപ്നം കാത്തു സൂക്ഷിക്കുന്നത് എങ്കിൽ, ആ സ്വപ്നത്തെ നിറവേറ്റുന്നതിനു വേണ്ടി, നിങ്ങളുടെ കാൽച്ചങ്ങലകളെ പൊട്ടിച്ചെറിയുന്നതിനു വേണ്ടി, നിങ്ങൾക്ക് ജോലി വാങ്ങിത്തരുന്നതിന് വേണ്ടി ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ശക്തികളും കൂടിച്ചേർന്നുകൊണ്ട് ഒരു ഗൂഢാലോചന നടത്തും. നിങ്ങളെ വിജയിപ്പിക്കാൻ ഒരു ഗൂഢാലോചന നടത്തും. ഇത്രയും ആളുകളുടെ, ഈ പ്രപഞ്ചത്തിന്റെ പിന്തുണ നമുക്ക് എന്തെന്നേ ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട, ഒരു തരത്തിലുള്ള സന്ദേഹങ്ങളും വേണ്ട. സന്ദേഹങ്ങളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ആത്മവിശ്വാസത്തോടു കൂടി കടന്നു വരിക. അപ്പൊ എല്ലാവർക്കും എന്തായാലും 2 മണിക്കൂറായി അല്ലെ? 1 മണിക്കൂർ 50 മിനിറ്റ്. ഓക്കെ, അപ്പോ ഇത്ര നേരം നീളുന്നിരുന്ന ഒരു സെഷനിൽ കാണാനായി സാധിച്ചതിൽ, പരിചയപ്പെടാൻ സാധിച്ചതിലുള്ള സന്തോഷം പങ്കുവെക്കുന്നു. ഇനിയും നമുക്ക് ക്ലാസ്സുകളിൽ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ കാണൂല. നമ്മള് കാണാൻ പോകുന്നത് ഇനി കോൺവെക്കേഷൻ സമയത്തായിരിക്കും. നിങ്ങളുടെ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നത് തൊട്ടടുത്ത പ്രവർത്തി ദിവസം ഉച്ചക്ക് 2 മണിക്ക് മുമ്പായിട്ടായിരിക്കും. രാവിലെ തന്നെ കിട്ടൂല, ഉച്ചക്ക് 2 മണിക്ക് മുമ്പായിട്ടായിരിക്കും. അപ്പോ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഒരൊറ്റ കാര്യം കൂട്ടിയിട്ടുള്ളൂ, നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ്. ഇന്ന് നടന്നിട്ടുള്ള ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിനെ കുറിച്ച് ഉള്ള നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണ് എന്ന് ആരെങ്കിലും 1-2 ആളുകൾ ഒന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ അതുകൂടി കേട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ആരെങ്കിലും പറയുന്നുണ്ടോ? നിങ്ങളുടെ സംശയങ്ങൾ, വിമർശനങ്ങൾ എന്താ പറയാനുള്ളത്? സർ, പറയുന്നതിന് മുമ്പ് എനിക്കൊരു സംശയം കൂടി ഉണ്ടായിരുന്നു, അത് ചോദിക്കാമോ ഈ സമയത്ത്? കാരണം എന്താ വെച്ചാല്, ഇപ്പൊ നമ്മൾ ഡിപ്ലോമയിലാണ് ഇരിക്കുന്നത്, ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്നത് ഡിപ്ലോമയിലാണ്. അപ്പൊ നമ്മള് ഈ 4 മൊഡ്യൂൾ കഴിയുമ്പോൾ കഴിയുമ്പോഴേക്കും നമുക്ക് തോന്നുകയാണ് PG യിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? പറ്റും. ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം PG യിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ PG യിലേക്ക് മാറാം. പക്ഷെ ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യരുത്. ഡിപ്ലോമയ്ക്കും PGക്കും കൂടി ഒറ്റ സർട്ടിഫിക്കറ്റേ ഉള്ളൂ. PG വിദ്യാർത്ഥികൾക്ക് PGയുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ 2000 രൂപ പിന്നെ PG സർട്ടിഫിക്കറ്റിന് വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഡിപ്ലോമയുടെ എക്സാം എഴുതി കഴിയുമ്പോൾ അവരോട് പറയുക, ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട, എനിക്ക് PGയുടെ സർട്ടിഫിക്കറ്റ് മതി, ഞാൻ PGയിലേക്ക് എൻറോൾ ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ മതി. കേട്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇതിലെ ഫീസിന്റെ കാര്യം എങ്ങനെ വരുന്നത്? ഫീസ് അടച്ചിട്ടുള്ളത് 7000 രൂപയായിരിക്കുമല്ലോ, ബാക്കി 6000 രൂപ അടക്കേണ്ടി വരും 4 മാസം കൊണ്ട്. ഓക്കെ, ഓക്കെ, താങ്ക് യു സർ. സാൽവ പറയൂ.
ഞാൻ ഇപ്പൊ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കണേ. ആ അപ്പോ ഇങ്ങനെ ചേർന്നിക്കണു പറഞ്ഞപ്പോ പലരുടെ ഒരു കൺഫ്യൂഷൻ, ഈ സ്കോപ്പ് ഉണ്ടാവോ ഇങ്ങനെ ഡിഗ്രി കഴിയാതെ ഇത് എടുത്തു കഴിഞ്ഞാല്? അപ്പൊ പ്ലസ് ടു ക്വാളിഫൈഡിലാണല്ലോ ഇത് ചെയ്യണത്. അപ്പൊ ഡിഗ്രി സെക്കൻഡ് ഇയർ അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് എടുത്താലല്ലോ ഒന്നും കൂടി സ്കോപ്പ്. ചിലരൊക്കെ എന്നോട് ചോദിക്കണം. അപ്പൊ ഞാൻ പറയും പ്ലസ് ടു ക്വാളിഫൈഡ് ബേസിലാണ്, പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു നോളജ് നിലയിൽ ഡിഗ്രി നമ്മൾ കംപ്ലീറ്റ് ആക്കുക. പിന്നെ ഇതും അതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോന്നാ ചോദിക്കണേ. ശരി, ഞാൻ പറയാം. പ്ലസ് ടു അടിസ്ഥാന യോഗ്യതയുള്ളവർക്കും ലാറ്ററൽ എൻട്രി സ്കീം പ്രകാരം PG ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പൊ നിലവിലുണ്ട്. ഓക്കെ, ഹോസ്പിറ്റലുകൾക്കകത്ത് അവർ ജോലിക്ക് എടുക്കുമ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ PG ഉണ്ടോ എന്നുള്ള കാര്യം നോക്കും. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ PG ഉള്ള ഒരാൾ, ആ ആൾക്ക് ഡിഗ്രി കൂടി ഉണ്ടെങ്കിൽ അതൊരു അധിക യോഗ്യതയാണ്. ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിലേ അതൊരു അധിക യോഗ്യതയാണ്. പക്ഷെ ഈ ഡിഗ്രിക്കകത്തോ, ഞാനൊരു എംപ്ലോയർ എന്നുള്ള രീതിയിൽ ഒരു കാര്യം പറയാട്ടോ. എനിക്ക് പറഞ്ഞല്ലോ 120 ചില്ലാനം സ്റ്റാഫ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ അവരുടെ ക്വാളിഫിക്കേഷൻ മാത്രമല്ല നോക്കാറുള്ളത്, ഇവരുടെ പെർഫോമൻസ് എന്തായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ നോക്കും. ഇന്റർവ്യൂവിൽ അവരുടെ പെർഫോമൻസ് പരമപ്രധാനമാണ്. നമ്മളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഹോസ്പിറ്റൽ ചെയ്യുന്നത് സേവനം നടത്താനല്ല, ബിസിനസ് ചെയ്യാനാണ്. ബിസിനസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ലാഭമാണ്. ബിസിനസ്സിൽ ലാഭം ഉണ്ടാക്കാൻ ഏറ്റവും മികച്ച ഹ്യൂമൻ റിസോഴ്സിനെയാണ്, മനുഷ്യ വിഭവശേഷിയാണ് അവർക്ക് ആവശ്യം. അപ്പോ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന ആൾക്കാർക്കാണ് നമ്മൾ മുൻതുണ കൊടുക്കുക. അതിൽ ഈ യോഗ്യതകൾക്ക് ഒരു നോക്കാറ്. പക്ഷെ ഡിഗ്രി ഉള്ളവരിൽ ചില കാര്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാറുണ്ട് കേട്ടോ. പ്ലസ് ടു ഉള്ളവർക്കും PG ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പൊ ഉണ്ട്. ലാറ്ററൽ എൻട്രി സ്കീം പ്രകാരം ചെയ്യാനായി സാധിക്കും. അതിന്റെ വാല്യൂലൊന്നും വേറെ കുറവൊന്നുമില്ല കേട്ടോ. ഓക്കെ, റൈറ്റ്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? സംശയങ്ങൾ എല്ലാവർക്കും ചോദിക്കാട്ടോ. ഇനി ഇപ്പോ AI ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഇപ്പൊ എല്ലായിടത്തും. AI ആണ് ഇപ്പൊ യൂസേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെ മൊഡ്യൂള് നമുക്ക് അതനുസരിച്ചിട്ട് മോഡിഫൈ ചെയ്യേണ്ടത് ആയിട്ടുണ്ടോ? ഇല്ല, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ മൊഡ്യൂളിനകത്ത് AI-യുടെ ഒരു ഭാഗം അതുമായി ബന്ധപ്പെട്ടു വരുന്നില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ പഠിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലുകളുടെ ആന്തരിക പ്രവർത്തനങ്ങൾ, അതിനൊരു സെൻട്രൽ ഗവൺമെന്റ് അംഗീകരിച്ച് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു സിലബസ് ആണ്. ഓക്കെ, അത് കാലാകാലങ്ങളിൽ ഡിഫൈൻ ചെയ്യും. ഇപ്പൊ AI-യുടെ ഒരു ഭാഗങ്ങളൊക്കെ ഇത് വരണം എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ അത് നമുക്ക് ഇഷ്യൂ ചെയ്ത് തരും. നമ്മൾ തയ്യാറാക്കുന്ന ഒരു സിലബസ് അല്ല ഇത്. ഓക്കെ, അത് സർട്ടിഫിക്കേഷൻ കോഴ്സ് അപ്രൂവ് ചെയ്ത് നമുക്ക് തരുന്ന ഒരു സിലബസ് ആണ് കേട്ടോ. അല്ല, ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ AI എല്ലാം നന്നായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ചോദിച്ചാൽ AI യൂസ് ചെയ്യുന്നതേ ഒരു വിഷയത്തിനകത്ത് ഒരു പ്രാഥമിക ധാരണ നമുക്ക് ഉണ്ടാവണമല്ലോ. ആ ഒരു പ്രാഥമിക ധാരണയിൽ ഉള്ള കാര്യങ്ങള് കൂടുതൽ സുഗമമായി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് AI ഉപയോഗം തേടുന്നത്. മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം? മനസ്സിലായില്ലേ? ഓക്കെ, റൈറ്റ്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ? ശരി, സംശയങ്ങളില്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ ഫീഡ്ബാക്ക് പറയുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. സാർ ഓക്കെ. ഒരു 11:30 ആയിട്ടുള്ളൂ. ഗുഡ് മോർണിംഗ്. അതായത് ഞാനൊക്കെ ഒരുപാട് സംശയങ്ങളോട് കൂടിയാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന കോഴ്സ്. പറയാമോ? ഓക്കെ. എന്റെ പേര് നജുവ. ഞാന് ദുബായിലാണ് ഉള്ളത്. ഞാന് ഈ ഒരുപാട് സംശയങ്ങളോട് കൂടിയാണ് ഞാൻ ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഞാനൊരു ഹൗസ് വൈഫായിട്ടാണ് ഇരിക്കുന്നത്. ഒരുപാട് സംശയങ്ങളോട് കൂടിയാണ് ഞാൻ ഈ കോഴ്സിന് ചേർന്നത്. അതിന്റെ ഒരു പ്രധാന കാര്യം ഓൺലൈനായിട്ട് എനിക്ക് ക്ലാസ് കിട്ടുന്നു എന്നുള്ളതും കൂടിയാണ്. ഒരുപാട് സംശയങ്ങളോട് കൂടി, കാരണം എനിക്ക് ഇനി ജോലി നോക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. 2026 ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അതോടുകൂടി വേറൊരു കോഴ്സും ചെയ്യുന്നുണ്ട്, എനിക്കത് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോ ഞാനിപ്പോ ഇതില് ചേർന്ന് ഇതുപോലെ എനിക്കൊരു പോസ്റ്റർ കിട്ടി, ഞാൻ അങ്ങനെ ചെയ്ത് ആണ് ഇങ്ങനെ ഇതിൽ ചേർന്നത്. അപ്പൊ തന്നെ ഞാൻ ഒരുപാട് സംശയങ്ങൾ അവരുടെ അടുത്ത് ചോദിച്ചിരുന്നു. അപ്പൊ അതൊക്കെ എനിക്ക് അപ്പം ക്ലിയർ ആയി അവർ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോ സാറിന്റെ ക്ലാസ്സും കേട്ട് നല്ലൊരു എല്ലാ സംശയങ്ങളെയും ശരിക്ക് ഇപ്പൊ സാർ പറഞ്ഞപ്പോ ഉണ്ടായി വന്ന സംശയങ്ങളെയും എനിക്ക് ദൂരീകരിക്കാൻ പറ്റിയ നല്ലൊരു ക്ലാസ്സാണ്. പിന്നെ അതുപോലെ നല്ലൊരു മോട്ടിവേറ്റ് ചെയ്യുന്ന, നമ്മൾക്ക് അതായത് ഇപ്പോ നമുക്ക് പുതിയൊരു വർഷം കടന്നു വരികയാണ്. അപ്പൊ ആ ഒരു വർഷത്തിലേക്ക് നമ്മളൊരു ഡ്രീമിനെയോ ഒരു ഗോളിനെയോ നമുക്ക് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ ഇപ്പൊ ഒരു മോട്ടിവേഷൻ കിട്ടിയതുപോലെ എനിക്ക് തോന്നി നന്നായിട്ട്. അതായത് ഉണർന്നിരുന്നു കൊണ്ട് തന്നെ സ്വപ്നം കാണും. ആ ഒരു സ്വപ്നത്തിൽ ആ ഒരു സെറ്റ് ചെയ്തിരിക്കുന്ന ഗോളിനെ നമുക്ക് ഉണർന്നിരുന്നു കൊണ്ട് തന്നെ അതിലേക്ക് ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുള്ളൊരു
ഒരു മാനസികമായ ഒരു ഇതൊക്കെ കിട്ടിയ ഒരു അത്രയും നല്ലൊരു മോട്ടിവേഷൻ ആയിട്ട് സാർ ചെയ്യുകയും ചെയ്ത്. ഇതുപോലെ ഇടയ്ക്ക് സാറ് ഞങ്ങളുടെ ക്ലാസ്സുകളുടെ ഇടയിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ്സോ സാറിനെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നാൽ ഞങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. അപ്പോ എനിക്കിപ്പോ ഇത്രേ പറയാനുള്ളൂ. നല്ല നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. വളരെ ഇഷ്ടപ്പെട്ടു. ഇൻഷാ അള്ളാ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കും. എനിക്കിപ്പോ തിങ്കളും ബുധനും എനിക്ക് മറ്റൊരു ക്ലാസ് ഉണ്ട് സെയിം ടൈമിൽ തന്നെ. നാട്ടിലെ 1:30 ടൈമിലാണ് അതും നടക്കുന്നത്. അപ്പോ ആ ഒരു ടൈം ഞാൻ അവർക്ക് അത് മാറ്റാൻ കഴിയില്ല. അതിന് ഇന്റർനാഷണൽ ക്ലാസ് ആണ്. അപ്പൊ അത് എന്തായാലും ഞാൻ പരമാവധി ശ്രമിക്കും. ആ ക്ലാസ് പരമാവധി അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്തിട്ട് ഞാൻ അതിൽ കയറാൻ ശ്രമിക്കും. കാരണം എനിക്ക് അത്ര നല്ല ഇഷ്ടപ്പെട്ടു. കാരണം സർവീസ് ആണ് ഞാനൊക്കെ കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതായത് മറ്റുള്ളവരിലേക്ക്. കാരണം നമ്മളൊരു ആംബിവേർട്ട് ആണ് എന്നെ സംബന്ധിച്ചിട്ട്. അപ്പോ എനിക്ക് നല്ലൊരു അത് മറ്റുള്ളവരുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഹോസ്പിറ്റൽ മേഖല എന്ന് പറയുന്നത് നമുക്ക് അത് നല്ലൊരു സെക്ടർ തന്നെയാണ്. അപ്പൊ നമുക്ക് അത് ചെയ്യാനും പറ്റും. അപ്പൊ നല്ലൊരു കോഴ്സായിട്ട് ഇത് തോന്നി. പിന്നെ നമുക്ക് ഡിഗ്രി ഒക്കെ ഞാൻ കംപ്ലീറ്റഡ് ആണ്. എങ്കിലും ഇപ്പൊ ഞാൻ PGയിലേക്ക് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്താണ്. എനിക്ക് കോഴ്സ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് ഇതിപ്പോ സയൻസിന്റെ ഒരു ബേസ്ഡ് ആയിട്ട് ആണല്ലോ വരുന്നത് എന്നൊക്കെ കരുതിയിട്ട്. പക്ഷെ ഞാൻ ബുക്സ് ഒക്കെ എല്ലാം എനിക്ക് കിട്ടി. ഞാൻ അതൊക്കെ പരിശോധിച്ചപ്പോൾ നമുക്ക് ഒരു പ്രശ്നവുമില്ല. നമുക്കത് കയറി പോകുന്ന ആണെന്ന് മനസ്സിലായി. അപ്പോ ഇൻഷാ അള്ളാ അടിപൊളിയായിട്ടുള്ള ഒരു ഇതിൽ കണ്ടിന്യൂ ചെയ്യും എന്ന് വിചാരിക്കുന്നു. ശരി. അപ്പൊ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാമല്ലോ അല്ലേ? ആരെങ്കിലും വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ക്ലിയർ? ഓക്കെ, 1 മണിയായി. അപ്പോൾ എന്തായാലും ഈ ക്ലാസ്സിൽ പങ്കെടുത്തുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ. നമ്മൾ ഇനി കോൺവെക്കേഷൻ സമയത്ത് എല്ലാവരെയും നേരിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ. ഓക്കെ സർ, ബൈ ബൈ. താങ്ക് യു വെരി മച്ച്.